Let us now begin the program by invoking the blessings of the Almighty. May I kindly invite RTWPC 6914 Aishwarya Krishnan to lead us in prayer. കാണായ ലോകങ്ങൾ കാക്കുന്ന ദേവ കാരുണ്യ സിന്ധോ നമിക്കുന്നു ഞങ്ങൾ. കാണായ ലോകം കാക്കുന്ന ദേവ കാരുണ്യ സിന്ധോ നമിക്കുന്നു ഞങ്ങൾ. കലിയുഗനാഥ നിൻ സ്നേഹധാര നേരിന്റെ പാദ തുറക്കണേ ദേവ. ലോകാ സമസ്ത സുഖിനോ ഭവന്തു ഈ മന്ത്രമെന്നും മുഴങ്ങട്ടെങ്ങും. കലിയുഗനാഥ നിൻ സ്നേഹധാര നേരിന്റെ പാദ തുറക്കണേ ദേവ. ബഹുമാനപ്പെട്ട ഗ്രാജുവേഷൻ സെറമണി അധ്യക്ഷൻ ശ്രീ മൊയ്തീൻകുട്ടി IPS സാർ, നമ്മളുടെ പ്രിയങ്കരനായ ഡയറക്ടർ ആൻഡ് IGP ശ്രീ സേതുരാമൻ IPS സാർ, അസിസ്റ്റന്റ് ഡയറക്ടർ പോലീസ് സയൻസ് മുഹമ്മദ് ആരിഫ് IPS സാർ, ADMD നജീബ് സാർ, ഔട്ട്ഡോർ അജിത് സാർ, നമ്മുടെ ഇന്നത്തെ ഫംഗ്ഷനിലെ എല്ലാ കാഡറ്റുകളും ബാക്കി എൻ്റെ സഹപ്രവർത്തകർ, കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഒരു 9 മാസം മുമ്പ്, കറക്റ്റ് പറഞ്ഞാൽ 5-ാം തീയതിക്കായിരുന്നു നിങ്ങളുടെ ഡേറ്റ് വന്നത്. ആ 9 മാസം മുമ്പ് നിങ്ങൾ വിവിധ ഭാഗങ്ങളിൽ നിന്നും വിവിധ കൾച്ചർ അല്ലെങ്കിൽ വിവിധ സാഹചര്യങ്ങളിൽ നിന്നും നിങ്ങളോട് ഒത്തുകൂടി ഒറ്റക്കെട്ടായിട്ട് നിങ്ങളുടെ 9 മാസ ട്രെയിനിങ് വളരെ നല്ല രീതിയിൽ കാഴ്ചവെച്ച് ഓൾറെഡി നിങ്ങളുടെ പാസിംഗ് ഔട്ട് കഴിഞ്ഞെങ്കിലും ആ ഒരു ഗ്രാജുവേഷൻ സെറമണിയുടെ ഭംഗി പോകാതെ തന്നെ നടത്താനായിട്ട് നിങ്ങളെല്ലാവരും ഇവിടെ നല്ല വൃത്തിയുള്ള ഡ്രസ്സ്, നിങ്ങളുടെ ആ സെറമോണിയൽ ഡ്രസ്സും എല്ലാം നല്ല വൃത്തിയിൽ ഇവിടെ വന്നിരുന്ന് രാവിലെ എല്ലാം ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്നത്. നിങ്ങളെ മറ്റുള്ള കാഡറ്റുകളായിട്ട് ഇടപഴകുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലായി. നിങ്ങൾ തന്നെ ഇന്നലെ 2 ദിവസമായിട്ട് എന്നോട് പറഞ്ഞിരുന്നു, മറ്റുള്ള ബറ്റാലിയനിലെ പോലെയല്ല കേരള പോലീസ് അക്കാദമി വളരെ സൗകര്യങ്ങളും മികച്ച രീതിയിലുള്ള ട്രെയിനിങ്, ഔട്ട്ഡോർ ആയാലും ഇൻഡോർ ആയാലും മികച്ച രീതിയിലുള്ള ട്രെയിനിങ്. ഞാൻ നോക്കുമ്പോൾ ഒരു SHOന് കൊടുക്കേണ്ട ട്രെയിനിങ്ങിന് നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. അതിന് നിങ്ങളുടെ ഏറ്റവും വലിയ ഭാഗ്യമാണ്. മറ്റുള്ള കേരളത്തിലെ മറ്റുള്ള വനിതാ കാഡറ്റുകളെക്കാളും കിട്ടി നിങ്ങൾക്ക് മികച്ച രീതിയിലുള്ള ട്രെയിനിങ് എല്ലാവരും എല്ലാ രീതിയിൽ നിന്നും നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ പലരും വളരെ സന്തോഷത്തിലായിരുന്നു. ഞങ്ങൾ മറ്റ് ബറ്റാലിയനിൽ പോയപ്പോഴാണ് ഇവിടുത്തെ സുഖങ്ങളെല്ലാം മറ്റുള്ള കാര്യങ്ങൾ സൗകര്യങ്ങളെന്നല്ല ഞാൻ ഉദ്ദേശിച്ച് ആ ട്രെയിനിങ്ങിൻ്റെ മേന്മ നിങ്ങൾക്ക് അറിയണമെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്ക് തിരുവനന്തപുരം പോയിട്ട് കുറച്ച് ദിവസം കിടന്നു. അപ്പോൾ അവർക്ക് സത്യത്തിൽ നിങ്ങൾക്കൊക്കെ വിഷമമായി നിങ്ങൾ തന്നെ എന്നോട് തവണ പറഞ്ഞു. അപ്പോൾ ഇത്ര നല്ല ട്രെയിനിങ് കിട്ടിയ ബാക്കിയുള്ള ട്രെയിനിങ് ടീമിനോടും ബാക്കി എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ കടമയിലേക്ക് കിടക്കട്ടെ. നമ്മുടെ ഈ ഗ്രാജുവേഷൻ സെറമണി ഭംഗിയാക്കുന്നതിനായിട്ട് ഏറ്റവും എഫേർട്ട് എടുത്ത ശ്രീ മൊയ്തീൻകുട്ടി IPS സാറിനെ ഞാൻ ഈ കമ്പയുടെ പേരിൽ എല്ലാവരുടെ പേരിലും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ പാസിംഗ് ഔട്ട് കഴിഞ്ഞതാണെങ്കിലും മൊയ്തീൻകുട്ടി സാർ ഞാനും പോയിട്ട് ഡയറക്ടറുടെ അടുത്ത് അവതരിപ്പിച്ചു, ഇങ്ങനൊരു സംഭവം ഉണ്ട്, പാസിംഗ് ഔട്ട് കഴിഞ്ഞാലും ഗ്രാജുവേഷന് വേണ്ടി കുട്ടികളൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഒരു വിഷമവും അല്ലെങ്കിൽ ഒരു ഇതും കൂടാതെ അതിനെന്താ നിർബന്ധമായിട്ട് നടത്തണം, ഇവിടെ ട്രെയിനിങ് കഴിഞ്ഞതല്ലേ അവർക്ക് ഗ്രാജുവേഷൻ സെറമണി നിർബന്ധമായിട്ട് നടത്തണമെന്നുള്ള എല്ലാതരം പ്രോത്സാഹനവും തന്ന ഡയറക്ടർ സാറിനെ ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. അതുപോലെ ഈ നിങ്ങളുടെ എല്ലാ എക്സാമുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും വളരെ ചിട്ടയായ എക്സാമിനേഷനും വൈവ ഇതെല്ലാം നടത്തുന്നതിനും അതിൻ്റെ മാർക്കുകൾ ക്രോഡീകരിക്കുന്നതിനും നിങ്ങളുടെ മികച്ച കേഡറ്റുകളെ തിരഞ്ഞെടുക്കുന്നതിനെല്ലാം മുഖ്യ പങ്ക് വഹിച്ച നമ്മുടെ അസിസ്റ്റന്റ് ഡയറക്ടർ പോലീസ് സയൻസ് മുഹമ്മദ് ആരിഫ് IPS സാറിനെ ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. അതുപോലെ ഡ്രൈവിംഗ് സ്കൂളുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ഡ്രൈവിംഗുമായി ബന്ധപ്പെട്ടും അതുപോലെ നിങ്ങളുടെ മൂവ്മെൻറ്റായി ബന്ധപ്പെട്ടും എല്ലാ സൗകര്യങ്ങളും ചെയ്തു തന്ന ADMD നജീബ് സാറിനെയും ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അതുപോലെ നിങ്ങളുടെ ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് മികച്ച രീതിയിലാക്കാനും പാസിംഗ് ഔട്ടിൻ്റെ പരേഡെല്ലാം മികച്ച രീതിയിൽ കാഴ്ചവെക്കാനും നിങ്ങളെല്ലാ രീതിയിലും സഹായിച്ച ഔട്ട്ഡോറിൻ്റെ മേധാവിയായ അജിത് സാറിനെ ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അതുപോലെ എൻ്റെ എല്ലാ സഹപ്രവർത്തകരെയും അതിലുപരി നിങ്ങളെല്ലാവരെയും ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി. May I now invite Shri K.K. Mothinpudi IPS, Assistant Director Training, to deliver the presidential address.
ഏറെ ബഹുമാനപ്പെട്ട കപ്പ ഡയറക്ടർ ശ്രീ കെ സേതുരാമൻ IPS അവർ, അസിസ്റ്റന്റ് ഡയറക്ടർ പോലീസ് സയൻസ് മുഹമ്മദ് ആരിഫ് അവർ, MTയുടെ ചാർജ് വഹിക്കുന്ന അസിസ്റ്റന്റ് ഡയറക്ടർ നജീബ്, അതുപോലെ തന്നെ ഔട്ട്ഡോർ അസിസ്റ്റന്റ് ഡയറക്ടർ അജിത് കുമാർ, നിങ്ങളുടെ ട്രെയിനിങ് കോർഡിനേറ്റർ ആയിരുന്ന ഷാജോസ് DYSP, ഔട്ട്ഡോർ ട്രെയിനിങ്ങിൻ്റെ നിങ്ങൾ APA ആയിരുന്ന അജിത്തിൻ്റെ ടീം, ഹരിക്കുട്ടൻ, രാമദാസ്, HOD ലക്ഷ്മി, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ഇൻഡോർ ഔട്ട്ഡോർ അംഗങ്ങളെ, എൻ്റെ പ്രിയപ്പെട്ട 20th B ബാച്ചിലെ കേഡറ്റുകളെ, വളരെ സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കാൻ പറ്റിയതിൽ. ഒരു സംശയം ഉണ്ടായിരുന്നു. സാധാരണഗതിയിൽ നമ്മൾ പാസിംഗ് ഔട്ടിൻ്റെ തലേ ദിവസമാണ് ഗ്രാജുവേഷൻ സെറമണി സംഘടിപ്പിക്കാറുള്ളത്. ഈ പ്രാവശ്യം നിർഭാഗ്യവശാൽ നിങ്ങളുടെ ഒരു ജോയിൻറ്റ് പാസിംഗ് ഔട്ട് ആയതുകൊണ്ട് തിരുവനന്തപുരത്തേക്ക് മാറ്റുകയുണ്ടായി. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു പരിപാടി പാസിംഗ് ഔട്ട് തലേ ദിവസം കെപ്പയിൽ വെച്ച് സംഘടിപ്പിക്കാൻ കഴിഞ്ഞില്ല. നിങ്ങളുടെ വളരെ പെട്ടെന്ന് തന്നെയാണ് നിങ്ങളെ പാസിംഗ് ഔട്ട് നിശ്ചയിക്കപ്പെട്ടത്. ആദ്യം 21-ാം തീയതി ചിലപ്പോൾ നടക്കുമെന്ന് പറഞ്ഞു, പിന്നീട് 28-ാം തീയതിക്ക് തീരുമാനിച്ചു. അതാണ് പിന്നീട് 5-ാം തീയതിയിലേക്ക് മാറി അവസാനം നിങ്ങൾ പാസിംഗ് ഔട്ട് സംഭവിച്ചത്. അതുകൊണ്ട് തന്നെ ഇവിടെ വെച്ച് ഇത്ര ഒരു പരിപാടി സംഘടിപ്പിക്കാൻ കഴിഞ്ഞില്ല. നിങ്ങളെ പാസിംഗ് ഔട്ട് കഴിഞ്ഞതിന് ശേഷം നിങ്ങളെ റെസ്റ്റ് അനുവദിച്ചു. റെസ്റ്റിന് ശേഷം നിങ്ങളിവിടെ എത്തുമ്പോഴേക്കും നിങ്ങൾക്കൊരു പാസിംഗ് ഔട്ട് ഗ്രാജുവേഷൻ സെറമണി സംഘടിപ്പിക്കുന്നതിനെ കുറിച്ച് ഇവിടെ ചർച്ചയുണ്ടാവുകയും, അത് നിർബന്ധമായി നിങ്ങളുടെ ഒരു കുറ്റമല്ലല്ലോ. തീർച്ചയായിട്ടും പാസിംഗ് ഔട്ട് സാധാരണ ജോയിൻറ്റ് പാസിംഗ് ഔട്ട് ആണെങ്കിലും കെപ്പയിൽ വെച്ചാണ് നടത്താറ് പലപ്പോഴും. പക്ഷേ ഈ പ്രാവശ്യം തിരുവനന്തപുരത്തായതുകൊണ്ട് നിങ്ങൾക്ക് ആ ഒരു അവസരം നഷ്ടപ്പെടുന്നുള്ള ഒരു ചിന്ത തന്നെയാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായത്. ഈ വിഷയം ഞാൻ ഡയറക്ടറുടെ മുമ്പിൽ അവതരിപ്പിക്കുകയും ഡയറക്ടർ സന്തോഷത്തോടു കൂടി നിർബന്ധമായിട്ടും അത് കൊടുക്കണം എന്ന് പറയുകയും നിങ്ങളുടെ മെഡൽസ് അടക്കമുള്ള എല്ലാ കാര്യങ്ങൾക്കും വേണ്ട തയ്യാറെടുപ്പ് നടത്തുകയും അതിനുള്ള ഏർപ്പാടുകൾ ചെയ്യുകയും ചെയ്തു. ഇന്നലെയാണ് നിങ്ങൾ ഇവിടെ റിപ്പോർട്ട് ചെയ്തത്. നിങ്ങൾ ഇന്നലെ ആദ്യം വെക്കണമെന്ന് വിചാരിച്ചിരുന്നത്. പക്ഷേ ഇന്നലെ റിപ്പോർട്ടിംഗ് ഡേ തന്നെ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് വേണ്ട, നിങ്ങൾക്ക് ഒരു കുറച്ചുകൂടി സൗകര്യത്തിൽ ഒരു പ്രാക്ടീസിനോടെയൊക്കെ അല്ലെങ്കിൽ ഒരു തയ്യാറെടുപ്പ് കൂടി ചെയ്യാമെന്നുള്ളതൊക്കെയാണ് ഇന്നേക്ക് മാറ്റിവെച്ചത്. അപ്പോൾ ഏതായാലും ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കാൻ കഴിഞ്ഞാലുള്ള നിങ്ങളുടെ സന്തോഷത്തിൽ ഞങ്ങളോട് പങ്കുചേരുകയാണ്. 9 മാസത്തെ ട്രെയിനിങ്ങിന് ശേഷം നിങ്ങൾ ഒരു പൂർണ്ണ പോലീസ് ഉദ്യോഗസ്ഥരായിട്ട് പുറത്തു വന്നിരിക്കുകയാണ്. 9 മാസത്തെ ട്രെയിനിങ്ങിനിടയിൽ ഇൻഡോർ ഔട്ട്ഡോർ കാര്യങ്ങളിലൊക്കെ അതിന് പുറമേയുള്ള കാര്യങ്ങളിലൊക്കെ വളരെ നല്ല രീതിയിലുള്ള ട്രെയിനിങ്ങാണ് നിങ്ങൾക്ക് ലഭിച്ചത്. നിങ്ങൾ നല്ല രീതിയിലാണ് അത് പൂർത്തിയാക്കിയത്. ഔട്ട്ഡോറിലെ ഇൻഡോറിലെ ഉദ്യോഗസ്ഥന്മാർ സംസാരിച്ചതിൽ നിന്നും എനിക്ക് നേരിട്ടുള്ള അനുഭവത്തിൽ നിന്ന് നിങ്ങൾ നല്ലൊരു ബാച്ചാണ്. വളരെ നല്ല രീതിയിൽ നിങ്ങൾ ട്രെയിനിങ് പൂർത്തിയാക്കുകയും നല്ല അഭിപ്രായം രൂപീകരിക്കുകയും നല്ല രീതിയിൽ നിങ്ങൾ പാസ്സാവുകയും ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും എൻ്റെ അഭിവാദ്യങ്ങൾ ഞാൻ ആദ്യമായി അർപ്പിച്ചു കൊടുക്കുന്നു. നിങ്ങൾ പഠിച്ച വിഷയങ്ങൾക്ക് പുറമെ ഇൻഡോറിൽ നിയമങ്ങളൊക്കെ പഠിച്ചു. അതിന് കൂടെ തന്നെ പോലീസ് സ്റ്റേഷൻ അത്യാവശ്യ കാര്യങ്ങളൊക്കെ പഠിച്ചു, മാനേജ്മെൻറ്റ് പഠിച്ചു, ഇൻവെസ്റ്റിഗേഷൻ്റെ കുറേ ഭാഗങ്ങൾ പഠിച്ചു. അതിൽ ഔട്ട്ഡോറിലാണെങ്കിൽ പരേഡും ഡ്രില്ലും അതുപോലെ തന്നെ വെപ്പൺ ട്രെയിനിങ്ങും എല്ലാം നിങ്ങൾ പരിശീലിച്ചു. SOG ചെയ്തു, ഹൈ ആൾട്ടിറ്റ്യൂഡ് ട്രെയിനിങ് ചെയ്തു, അതുപോലെ നീന്തൽ പഠിച്ചു, ഡ്രൈവിംഗ് കുറച്ച് പേരെങ്കിലും പ്രാക്ടീസ് ചെയ്തു. ഇതുപോലുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ പൂർത്തിയായിട്ടുണ്ട്. നിങ്ങളുടെ നല്ല രീതിയിലുള്ള ഡിസിപ്ലിൻ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ മേലുദ്യോഗസ്ഥനെ സല്യൂട്ട് ചെയ്യുക എന്നുള്ളത് മാത്രമല്ല എന്ന് ആദ്യം മനസ്സിലാക്കുക. സല്യൂട്ട് എന്ന് ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ ഇതൊരു വേ ഓഫ് ലൈഫാണ്. നിങ്ങളുടെ വ്യക്തിഗത ജീവിതത്തിലും വ്യക്തിപരമായ കാര്യങ്ങളിലും അതുപോലെ തന്നെ നിങ്ങളെ ഒഫീഷ്യൽ കാര്യങ്ങളിലൊക്കെ എപ്പോഴും നിലനിർത്തേണ്ട ഒരു ക്വാളിറ്റിയാണ് ഡിസിപ്ലിൻ. നിങ്ങളെ പങ്ക്ച്വാലിറ്റി മുതൽ നിങ്ങളെ പോലീസ് സ്റ്റേഷനിൽ വരുന്ന ആളുകളോട് പെരുമാറുന്നത് വരെ ഡിസിപ്ലിൻ്റെ ഭാഗമാണ്. നിങ്ങൾ ഏറ്റെടുക്കുന്ന കർത്തവ്യങ്ങൾ സത്യസന്ധമായും പ്രതിബദ്ധതയോടെയും പൂർത്തിയാക്കുന്നത് ഡിസിപ്ലിൻ്റെ ഭാഗമാണ്. അപ്പോൾ ആ ഒരു നിങ്ങൾ ട്രെയിനിങ്ങിൽ സ്വായത്തമാക്കിയ ഡിസിപ്ലിൻ നിങ്ങളെ വ്യക്തിപരമായ ജീവിതത്തിലും അതുപോലെ തന്നെ നിങ്ങളുടെ ഒഫീഷ്യൽ ജീവിതത്തിലും എല്ലായ്പ്പോഴും ഉണ്ടാവണം എന്നുള്ള കാര്യം നിങ്ങൾ എല്ലായ്പ്പോഴും ഓർക്കുക. അതുപോലെ തന്നെ
ഇൻറ്റഗ്രിറ്റി ഒരു പ്രധാനപ്പെട്ട ഒരു ക്വാളിറ്റിയാണ്. ഇൻറ്റഗ്രിറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആവുന്നില്ല എന്ന് മാത്രമല്ല, നിങ്ങൾ ചെയ്യുന്ന ഓരോ ജോലിയിലും നിങ്ങളെ പ്രധാനപ്പെട്ട നിങ്ങളുടെ ഒഫീഷ്യൽ കാര്യങ്ങളിൽ അതിന് പുറമെ നിങ്ങൾ വ്യക്തിപരമായ കാര്യങ്ങളിലൊക്കെ തന്നെ ആ ഒരു ഇൻറ്റഗ്രിറ്റി കീപ്പ് ചെയ്യാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. അങ്ങനെ ഒരു നല്ല ഒരു ഇൻറ്റഗ്രിറ്റിയും ഡിസിപ്ലിനുള്ള ഒരു 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 കൂട്ടം ആളുകളായി വരുമ്പോൾ നമ്മുടെ കേരള പോലീസിന് തന്നെ ഉണ്ടാകുന്ന മാറ്റം വളരെ വലുതായിരിക്കും. കെപ്പയിൽ നിന്ന് നിങ്ങൾ സ്വായത്തമാക്കിയ ഈ ദീപശിഖ നിങ്ങളുടെ കരിയറിലുടനീളം ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ ഒരു പാരമ്പര്യവുമായിട്ട് നിങ്ങൾ കേരള പോലീസിനെ നയിക്കാൻ, അതിൻ്റെ കൂടെ പോലീസിൻ്റെ ടീമിലെ അംഗങ്ങളായി നിലകൊള്ളാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിങ്ങൾക്കെല്ലാം നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിലും അതുപോലെ തന്നെ നിങ്ങളുടെ ഒഫീഷ്യൽ ജീവിതത്തിലും എല്ലാവിധ ആശംസകളും നന്മകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. We now come to the important session of sharing experiences and reflections from the training. First, I invite RTWPC 6868 Shilpa Ravindran to present the feedback. Good morning, all respected dignitaries, Director of KEPA, Sir Sethuraman Sir. ഇങ്ങനൊരു അവസരം തന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. മെയിനായിട്ട് നമ്മുടെ ഓരോ സെക്ഷൻ വൈസ് പറയാം. നമുക്ക് ട്രെയിനിങ്ങിൽ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഒരുപാട് കൺഫ്യൂഷൻസിലാണ് വന്നത്. കെപ്പയിൽ എത്തുന്നതിന് മുന്നേ വരെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ ഫിസിക്കൽ ടെസ്റ്റ് വരെ ഫെയിലായ ഒരു പേഴ്സണാണ് ഞാൻ. അടുത്തൊരു ചാൻസ് കിട്ടുമോ, ഇതിൻ്റെ ഭാഗമാവാൻ പറ്റുമോ എന്നൊക്കെ, സ്വപ്നം മാത്രമായി തീരുമോ എന്നൊക്കെ വിചാരിച്ച് പേടിച്ചിരുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ കെപ്പയിൽ എത്തിക്കഴിഞ്ഞ് ഒരു ഫസ്റ്റത്തെ ടേം കഴിഞ്ഞപ്പോഴത്തേക്കും ഇൻഡോർ ടീമായാലും ഔട്ട്ഡോർ ടീമായാലും നമുക്ക് തന്ന കോൺഫിഡൻസും നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന നമ്മൾക്ക് പകർന്നു തന്ന കോൺഫിഡൻസും പ്ലസ് നമുക്ക് തന്ന സപ്പോർട്ടും എല്ലാം കൂടി നമുക്ക് മുന്നോട്ടേക്ക് നയിക്കാൻ പറ്റുമെന്നും നമുക്ക് ഈ 9 മാസത്തെ ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ള വലിയൊരു കോൺഫിഡൻസ് തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫസ്റ്റത്തെ ടേം കഴിഞ്ഞു. ഫസ്റ്റത്തെ ടേം കഴിച്ചുകൂടുക എന്ന് പറയുന്നത് ഇച്ചിരി ഡിഫിക്കൽട്ടായിരുന്നു. പക്ഷെ ഫസ്റ്റത്തെ ടേം കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് ഫിസിക്കലി ഒരുപാട് സ്ട്രെങ്ത് വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇൻഡോർ ക്ലാസ്സുകളിൽ പഠിച്ച സബ്ജക്റ്റിൽ നിന്ന് നമ്മൾ കുറച്ചും കൂടി പോലീസിൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്നു. ഫിസിക്കൽ ഫിറ്റ്നസ് പ്ലസ് മെൻ്റൽ ഷാർപ്നെസ് നമുക്കതിലൂടെ ഒരു ഫസ്റ്റ് ടേം കഴിഞ്ഞപ്പോഴത്തേക്കും തന്നെ ആർജിക്കാൻ പറ്റി. സെക്കൻഡ് ടേം എങ്ങനെ കഴിഞ്ഞു എന്നുള്ളതിൽ ഭയങ്കര വേഗം തീർന്നു പോയി. 3 മാസം എന്ന് പറയുന്നത് എത്ര വേഗം കഴിഞ്ഞു പോയതെന്ന് അറിയില്ല. പിന്നെ ഓരോ ചെറിയ ചെറിയ കോഴ്സസ് ആയാലും ഹാറ്റ് ആയാലും നമുക്ക് കിട്ടിയ SOG ആയാലും നമ്മളെ വീണ്ടും വീണ്ടും ഷാർപ്പൺ ചെയ്യുകയായിരുന്നു. ഇൻഡോർ ടീമിൻ്റെ ഭാഗത്ത് നിന്ന് നമുക്ക് കിട്ടിയ ക്ലാസ്സസ് ആസ് സച്ച് ബുക്ക് എന്നുള്ള ക്ലാസ് മാത്രമായിരുന്നില്ല, ഒരുപാട് എക്സ്പീരിയൻസ് ഷെയർ ചെയ്ത് ഒരുപാട് പോലീസിൻ്റെ ഭാഗമായി ഒരുപാട് കൊല്ലം വർക്ക് ചെയ്ത് വെൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരുപാട് ഫാക്കൽറ്റീസിനെ നമുക്ക് കാണാൻ പറ്റി. നമ്മൾ TV-യിലൂടെയും ഒക്കെ കുറേ എക്സ്പീരിയൻസ് കണ്ട ജയരാജ് സാറ്, കുറേ പേർക്ക് അറിയാം, അങ്ങനെയൊക്കെയുള്ള ആൾക്കാരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റി. അവരുമായിട്ട് അവരുടെ എക്സ്പീരിയൻസുകൾ കേൾക്കാൻ പറ്റി. അവരെങ്ങനെയായിരുന്നു ഓരോ കേസസ് ഹാൻഡിൽ ചെയ്തിരുന്നത് എന്നതിനെ പറ്റിയൊക്കെ നമുക്ക് അറിവുണ്ടാക്കാൻ പറ്റി. ഇതൊക്കെ ഈ കെപ്പേൻ്റെ ഭാഗമായി നമുക്ക് ട്രെയിനിങ് കിട്ടിയത് കൊണ്ട് മാത്രം സംഭവിച്ച ഒരു ചേഞ്ച് ആണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പുതിയ വന്നിരിക്കുന്ന RTWPCസിൻ്റെ ബാച്ചിന് ഈ ഒരു സൗകര്യം കിട്ടാത്തതിൽ ശരിക്കും സങ്കടം തോന്നുന്നു. നമ്മുടെ അടുത്ത ബാച്ചോടുകൂടി വനിതാ RTPCസിൻ്റെ ട്രെയിനിങ് കെപ്പയിൽ നിന്ന് മാറുക എന്ന് പറയുമ്പോൾ ഒരു വലിയൊരു നഷ്ടമാണ് പുതിയ ടീമിന് സംഭവിക്കാൻ പോകുന്നത്. ഇതുവരെയുള്ള ടീമിന് ശരിക്കും പറഞ്ഞാൽ നമ്മൾ കെപ്പേൻ്റെ ഭാഗമായി എന്നുള്ളത് നമുക്ക് അഭിമാനിക്കാം. ആ കാര്യത്തിൽ നമുക്ക് ഒരുപാട് എക്സ്ട്രാ കിട്ടി. നമുക്ക് തന്നെ അറിയാം, ഇപ്പം നമ്മൾ SAPയിൽ പോയി കുറേ ദിവസം അവിടെ ട്രെയിൻ ചെയ്ത സമയത്ത് നമുക്ക് ഫിസിക്കലി കുറേ അവർ നമ്മളെക്കാട്ടും അഡ്വാൻസ്ഡ് ആണ്. പക്ഷേ മോഡേൺ പോലീസിങ്ങിൻ്റെ ഭാഗമായിട്ട് വരുന്ന സമയത്ത് ഫിസിക്ക് മാത്രമല്ല വേറെയും കുറേ കാര്യങ്ങളിൽ അഡ്വാൻസ് ചെയ്യാനുണ്ടെന്നുള്ളതും അതിലേക്ക് അവരെ എത്രത്തോളം എത്തിച്ചു എന്നുള്ളതിനെ പറ്റിയിട്ടും നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നു അവരൊരുപടി താഴെ നിൽക്കും. നമ്മൾ കെപ്പയിൽ ട്രെയിൻഡ് ആണെന്നുള്ളതിൽ ഒരു പടി മുന്നിൽ നമ്മൾ ആ കാര്യത്തിൽ നിൽക്കും എന്നുള്ള കാര്യം ഷുവറാണ്. പിന്നെ നമുക്ക് മോഡേൺ പോലീസിങ്ങിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഫുള്ള് ഡിജിറ്റലൈസ് ചെയ്യുന്ന ഒരു സിസ്റ്റത്തിലേക്ക് മാറുമ്പോൾ അതിൻ്റെ ഒരുപാട് എക്സ്പോഷർ കിട്ടി, കുറേ ക്ലാസ്സസ് കിട്ടി നമുക്ക്. അതിലൂടെ ICOPS ആയാലും അങ്ങനത്തെ IFS ആയാലും അങ്ങനത്തെ ക്ലാസ്സസിലൂടെ നമുക്ക് കുറേ പ്രാക്ടിക്കലായിട്ട് നമ്മൾ എങ്ങനെയാണ് ഒരു സ്റ്റേഷനിൽ ചെന്ന് കഴിഞ്ഞാൽ വേണ്ടത് എന്നുള്ളതിനെ പറ്റി പഠിക്കാൻ പറ്റി. പിന്നെ ഔട്ട്ഡോർ സെക്ഷൻ ആയാലും ഔട്ട്ഡോറിൽ ശരിക്കും പറഞ്ഞാൽ സ്വിമ്മിങ്
പാസ്സാവുന്ന ഒരു ഉറപ്പും ഉണ്ടായിരുന്നില്ല. പക്ഷെ ആ ടീമിന്റെ എഫേർട്ടും പറയാതിരിക്കാൻ വയ്യ. അവരുടെ എഫേർട്ടിൽ നമ്മൾ ഒരുപാട് പേര് സ്വിമ്മിങ്ങിൽ 0 to ഈ പറഞ്ഞ 50 മീറ്റേഴ്സിലേക്ക് നീന്തി എത്താൻ പറ്റിയത് അത് അവരുടെ എഫേർട്ട് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിച്ചതാണെങ്കിൽ പോലും അവരുടെ എഫേർട്ട് അതിൽ ഒരുപാട് ഉണ്ടായിരുന്നു, വർക്കൗട്ട്സ് ആയാലും ഒക്കെ ആയിട്ടും. പിന്നെ SOG ടീമിന്റെ ഭാഗമായിട്ട് വരുമ്പോൾ 10 കിലോമീറ്റേഴ്സ് ഒന്നും ഒരിക്കലും സ്വപ്നം കണ്ടതല്ല. 10 കിലോമീറ്റേഴ്സ് ഒന്നും ചിലപ്പോൾ പാസ്സാവില്ലായിരിക്കും എന്നൊക്കെ ഒരു ഡൗട്ടിലാണ് നിന്നത്. പക്ഷെ അത് ഓടി തീർന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ ആരൊക്കെയോ ആയി മാറുകയായിരുന്നു, ഒരു വല്ലാത്ത കോൺഫിഡൻസ് വരികയായിരുന്നു. ഇനി ഒരു 10 കിലോമീറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് പകച്ചു നിന്നതുപോലെ ഇന്ന് പകച്ചു വെക്കില്ല. എന്തായാലും നമ്മുടെ ക്യാൻറ്റീൻ്റെ ഏരിയ എത്തുമ്പോൾ നമ്മളൊന്ന് കിതയ്ക്കുമായിരിക്കും, പക്ഷെ എന്നാലും നമുക്ക് ഇനി മുന്നേക്ക് പോരാൻ പറ്റുമെന്നുള്ളൊരു വിശ്വാസം ഉണ്ടാവും. അങ്ങനെ എല്ലാ ടീമും, പിന്നെ ഇതിൻ്റെ മുന്നണിയിൽ നിന്ന് പ്രവർത്തിച്ചവർ മാത്രമല്ല, പിന്നിൽ നിന്ന് പ്രവർത്തിച്ച ഒരുപാട് ടീമുണ്ട്. ഈ ഒരു അവസരത്തിൽ നമുക്ക് രാംകുമാർ സാറിനെ ഞാനൊന്ന് ഓർക്കുകയാണ്. സാറ് നമ്മുടെ പേപ്പർ വർക്ക് എല്ലാം കറക്റ്റ് ടൈമിൽ നമുക്ക് വേണ്ടതുപോലെ ഒഫീഷ്യലി എങ്ങനെ നടത്തണമോ അതിൻ്റെ രീതിക്ക് ത്രൂ പ്രോപ്പർ ചാനൽ സാറ് നടത്തി തന്നതിൽ സാറിനെ ഓർക്കാതിരിക്കാൻ വയ്യ. വേറൊരു വേദിയിലും പറയാൻ പറ്റിയിട്ടില്ല, അതുകൊണ്ടാണ് സാറിൻ്റെ പേര് ഇവിടെ എടുത്ത് പറയുന്നത്. പിന്നെ ഓരോ ടീമിനെയും എടുത്തെടുത്ത് പറയാൻ നിന്ന് കഴിഞ്ഞാൽ ഒരുപാട് ദീർഘിപ്പിച്ചു പോകും ഈ ഒരു സ്പീച്ച്. അപ്പം എല്ലാവർക്കും ഒരുപാട് നന്ദി. ഞാൻ ഇന്ന് നിൽക്കുന്ന ഈ പൊസിഷനിലേക്ക് എത്തിച്ച കെപ്പയാണ്. ഈ കെപ്പനെ ഒരിക്കലും മറക്കില്ല. എന്തായാലും ഒരു നമ്മൾ പഠിച്ചിറങ്ങിയ ഒരു കലാലയം അല്ലെങ്കിൽ അവിടുത്തെ ഒരു അലുമനായി ആയിട്ട് മാത്രമേ ഈ കെപ്പയിൽ നമുക്കൊരു റിലേഷൻ ഉള്ളൂ. പക്ഷെ എന്നാലും ആ ഒരു കണക്ഷൻ എന്നും വാല്യുബിൾ ആയിരിക്കും. താങ്ക് യു കെപ്പ ടീം, താങ്ക് യു. I now invite RTWPC 6826 Anjura S to share the experiences. ഗുഡ് മോർണിംഗ്, എല്ലാവർക്കും നമസ്കാരം. വേദിയിലിരിക്കുന്ന ആദരണീയനായ കെപ്പയുടെ ഡയറക്ടർ IGP ശ്രീ K. സേതുരാമൻ IPS അവർകൾ, വേദിയിലുള്ള മറ്റ് വിശിഷ്ട വ്യക്തിത്വങ്ങളെ, എൻ്റെ ഗുരുനാഥന്മാരെ, എൻ്റെ പ്രിയപ്പെട്ട ട്രെയിനി സുഹൃത്തുക്കളെ, ഇന്ന് നമ്മുടെ 9 മാസ കാലത്തെ നമ്മുടെ കഠിനാധ്വാനത്തിൻ്റെയും പ്രയത്നത്തിൻ്റെയും ഫലമായി നമ്മുടെ പാസിംഗ് ഔട്ട് കഴിഞ്ഞ് നമ്മൾ പോലീസ് എന്നുള്ള രീതിയിൽ ഒരു ഔദ്യോഗിക ജീവിതത്തിലേക്കുള്ള ആദ്യത്തെ ചുവടുവെപ്പ്, നമ്മളൊരു ഔദ്യോഗിക ജീവിതത്തിലേക്ക് ചുവടെടുത്ത് വെക്കുന്ന ഒരു സമയമാണ്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം നമ്മൾ 2025 ജൂൺ 1 നമ്മൾ ഇവിടെ കെപ്പയിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ നമ്മൾ കെപ്പ എന്നുള്ളത് നാഷണൽ പോലീസ് അക്കാഡമി കഴിഞ്ഞാൽ നമ്മുടെ പോലീസിംഗിൽ ഏറ്റവും മികച്ച ഒരു സ്ഥാപനമായിട്ട് അറിയപ്പെടുന്നതാണ്. അഡ്വൈസ് ആയി ഒരു 4 മാസം വെയിറ്റ് ചെയ്യേണ്ടി വന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ കേരള പോലീസ് അക്കാഡമിയിൽ തന്നെ ട്രെയിൻ ചെയ്യണം എന്നുള്ളത് ഒരു ഭയങ്കര ആഗ്രഹമായിരുന്നു, ഒരു സ്വപ്നമായിരുന്നു. കാക്കി പോലെ തന്നെ കേരള പോലീസ് അക്കാഡമി എൻ്റെ സ്വപ്നങ്ങളിൽ ഇങ്ങനെ നിറഞ്ഞു നിന്ന ഒരു സ്ഥാപനമാണ്. അവിടെ ട്രെയിനിങ് കംപ്ലീറ്റ് ആക്കാൻ കഴിഞ്ഞതെന്നുള്ളത് ഈ സമയം വളരെ അഭിമാനത്തോടും കൂടി സന്തോഷത്തോടും കൂടി ഓർക്കുകയാണ്. നമുക്ക് എല്ലാവർക്കും അത് അങ്ങനെ തന്നെ ആയിരിക്കുമെന്നാണ് ഉള്ളത്. എല്ലാവരുടെ മുഖത്തും ആ സന്തോഷവും ആ അഭിമാനവും കാണാനുണ്ട്. പിന്നെ നമ്മൾ 9 മാസക്കാലം ഇവിടെ ട്രെയിനിങ്ങിനായി വരുമ്പോൾ എല്ലാവരും പല സംസ്കാരങ്ങളിൽ നിന്നും പല ദേശത്തു നിന്നും പല ചിന്തകളിലൂടെ കടന്നു വന്ന നമ്മളെ ഒറ്റക്കെട്ടായി ഒരു 20th B batch എന്ന് പറയുന്ന ആ ഗ്രന്ഥത്തിന്റെ ഏടുകളിലേക്ക് തുന്നിച്ചേർത്ത് അതിൽ ഒരു ചാപ്റ്റർ ഇളകിപ്പോയാൽ പോലും നമുക്ക് ആ കഥ പൂർണ്ണമല്ല. ആ വിധത്തിൽ നമ്മളെ തുന്നിച്ചേർത്ത് വെച്ചത് ശരിക്കും പറഞ്ഞാൽ ഔട്ട്ഡോറിന്റെ ഇൻസ്ട്രക്ടേഴ്സ്, ഇൻഡോറിന്റെ ഫാക്കൽറ്റീസ് എല്ലാവരുമാണ്. അപ്പോൾ ഇതൊരു കൂട്ടായ പരിശ്രമത്തിന്റെ ഒരു വിജയഗാഥയാണ് 20th B batchന്റെ ഈ ഒരു നിമിഷം എന്ന് പറയുന്നത്. ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ ഔട്ട്ഡോർ ആക്ടിവിറ്റീസിലേക്ക് വരുമ്പോൾ ഫസ്റ്റ് നമുക്കതിൽ ഈ 9 മാസക്കാലം നമ്മൾ നേടിയെടുത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒന്ന് നമ്മുടെ ബേസിക് പങ്ക്ച്വാലിറ്റി, അതുപോലെ തന്നെ നമ്മളുടെ ഫിസിക്കൽ ആയിട്ടുള്ള ഒരു ടഫ്നെസ്, നമ്മുടെ ശാരീരിക ക്ഷമത നമ്മൾ എത്രത്തോളം അത് നമുക്കൊരു ദിനചര്യയായിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ തക്ക വിധത്തിലുള്ള കുറേ കാര്യങ്ങളാണ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടിയത്. അതിപ്പം യോഗയാണെങ്കിലും അതുപോലെ തന്നെ നമ്മൾ വിചാരിച്ച രീതിയിൽ നിന്നും വളരെ മുന്നോട്ട് നമ്മൾ പോയി. ആദ്യം ഒരു 10 കിലോമീറ്റർ റൂട്ട് മാർച്ച് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഭയങ്കര ഒരു കഠിനമായിട്ടുള്ള ഒരു ശ്രമം തന്നെ അതിന് വേണ്ടി വന്നു എന്നുള്ള രീതിയിൽ നിന്നും ഒരു 40 കിലോമീറ്റർ റൂട്ട് മാർച്ചിൽ എത്തുമ്പോൾ നമ്മുടെ മൈൻഡ് സെറ്റ് ഒരുപാട് മാറിയിരുന്നു. നമുക്കിതും കഴിയും, നമുക്കെല്ലാം സാധിക്കും എന്നുള്ള ഒരു മനസ്സിലേക്ക് നമ്മൾ എത്തിച്ചേരുകയുണ്ടായി. അത് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഒരു മേന്മ എന്ന് പറയുന്നത്. പിന്നെ മറ്റൊരു കാര്യം, പെറ്റീഗ് വർക്കുകളൊക്കെ നമുക്ക് അത്യാവശ്യം കിട്ടിയിട്ടുള്ള ഒരു കമ്പനിയാണ്. അപ്പോൾ നമ്മൾ ചെയ്ത ഓരോ പെറ്റീഗ് വർക്കും ശരിക്കും നമുക്ക് അഭിമാനം തോന്നുന്ന ബിഗ് പരേഡ് ആയാലും അതുപോലെ POPയുടെ ചില പെയിന്റിംഗ് വർക്കുകളൊക്കെ ആയാലും നമുക്ക് ശരിക്കും ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ കിട്ടിയ കുറേ കാര്യങ്ങൾ അതിലൂടെ കടന്നുപോയി.
പിന്നെ ഇൻഡോർ ക്ലാസ്സുകളെ പറ്റി പറയുമ്പോൾ ഏറ്റവും മികച്ച ഫാക്കൽറ്റീസ് ആണ് ഇവിടെ ഉള്ളത്. ഏറ്റവും മികച്ച ക്ലാസ്സുകളാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇൻഡോറിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് ഒരു മെന്റൽ ടഫ്നെസ് ആണ്. ഒരു FIR ആണെങ്കിലും ഒരു സ്റ്റേഷനിൽ പോയാൽ കൂടുതൽ നമ്മൾ എങ്ങനെയാണ് ബിഹേവ് ചെയ്യേണ്ടതെന്നുള്ള ഒരു പൂർണ്ണമായ ഐഡിയ നമുക്ക് തരുന്നത് ഇൻഡോർ ക്ലാസ്സുകളിൽ നിന്നാണ്. പിന്നെ നമുക്കുള്ളത് ഒരു പ്രൊഫഷണൽ കോമ്പിറ്റൻസി. ആ ഒരു ടേമിലേക്ക് നമ്മൾ ഇനിയും അതിലേക്ക് പ്രവർത്തിച്ച് എത്തേണ്ടതുണ്ട്. ആ ഒരു അവസ്ഥയിലാണ് നമ്മളുള്ളത്. ഒരു പ്രൊഫഷണൽ കോമ്പിറ്റൻസി അതിലേക്കുള്ള എല്ലാ ഘടകങ്ങളും നമ്മളിലേക്കുണ്ട്. ഇനി നമ്മൾ ആ സർവീസ് ജീവിതത്തിലാണ് ഇനി അത് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടിയിരിക്കുന്നത്. പിന്നെ മറ്റൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഇൻഡോർ ക്ലാസ്സുകളിൽ നമുക്ക് അതൊരു സജഷനായിട്ട് തന്നെ ഞാൻ പറയാം സർ. അതായത് ഇൻഡോർ ക്ലാസ്സുകളിൽ നമുക്ക് മെയിനായിട്ട് ധാരാളം ലോ സബ്ജക്റ്റ് ആണെങ്കിലും എല്ലാ സബ്ജക്ട്സും നമുക്ക് കിട്ടുന്നുണ്ട്. അതിൻ്റെ കൂടെ ഇൻവെസ്റ്റിഗേഷൻ പേപ്പർ കുറച്ചുകൂടെ സ്റ്റേഷനിലൊക്കെ പോകുമ്പോൾ കുറച്ചുകൂടെ ഇമ്പോർട്ടൻസ് ഉള്ളതാണ്. അപ്പോൾ ഈ FIR ഒക്കെ പഠിക്കുന്ന സമയത്ത് നമുക്ക് ആ സെക്ഷൻസും ആ FIR ഇടുന്ന രീതിയും പഠിക്കുന്നതോടൊപ്പം അടുത്തൊരു 1 hour ആ ഇൻവെസ്റ്റിഗേഷൻ എങ്ങനെയാണ് കംപ്ലീറ്റ് ചെയ്യുന്നതെന്നുള്ള ഒരു പ്രാക്ടിക്കൽ കൂടെ ഒരു സെക്ഷനായിട്ട് കിട്ടുകയാണെങ്കിൽ ക്ലാസ്സുകൾ കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആവുകയും കുറച്ചുകൂടെ നമുക്ക് അതിൽ ഇൻവോൾവ് ചെയ്ത് ചെയ്യാനും പറ്റും. പക്ഷെ അത് നമുക്കൊരു സമയം ഒരു ലിമിറ്റേഷൻ ഉണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കി മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. എന്നിരുന്നാൽ തന്നെയും വളരെ മികച്ച രീതിയിലുള്ള കാര്യങ്ങളാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. പിന്നെ നമ്മൾ ഈ ട്രെയിനിങ് കാലഘട്ടത്തിൽ ഉടനീളം നമ്മൾ ശേഖരിച്ച നമ്മുടെ സൗഹൃദ വലയങ്ങളാണ് ഏറ്റവും പ്രധാനമായിട്ട് എടുത്ത് പറയേണ്ടത്. എല്ലാവരും പരസ്പരം ഐക്യത്തോടു കൂടിയും ഓരോ വർക്ക് ചെയ്യുമ്പോഴും ആ ഒരു യൂണിറ്റി ഇനി ഉടനീളം ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. പിന്നെ നമ്മളെ ഹെൽപ്പ് ചെയ്ത ഒരുപാട് പേരുണ്ട്. നമ്മുടെ പേപ്പർ വർക്ക്സുകളിൽ ഈ പറഞ്ഞ പോലെ രാംകുമാർ സാർ ആയാലും, അതുപോലെ നമ്മുടെ OC സാർ ആയാലും, അതുപോലെ നമ്മുടെ പ്ലട്ടൂൺ കമാൻഡേഴ്സ് ആയാലും, അതുപോലെ നമ്മുടെ CF-മാര്, അങ്ങനെ നമുക്ക് ധാരാളം പേരുടെ ഒരു കൂട്ടായ പരിശ്രമത്തിലൂടെയാണ് ഇന്ന് നമ്മൾ ഈ ഒരു ഇതിലെത്തി നിൽക്കുന്നത്. വളരെ സന്തോഷവും അഭിമാനമുണ്ട്. നമ്മളെ ഈ ഒരു യാത്രയിൽ സഹായിച്ച എല്ലാവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. Next I invite RTWPC 6823 Fatima Salim to share the feedback. വേദിയിലിരിക്കുന്ന ബഹുമാനപ്പെട്ട കെപ്പ ഡയറക്ടർ IGP ശ്രീ സേതുരാമൻ സർ IPS അവർ, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന മറ്റു വിശിഷ്ട വ്യക്തികളെ, എൻ്റെ ഇൻഡോർ ഔട്ട്ഡോർ ഫാക്കൽറ്റീസ്, എൻ്റെ സഹപ്രവർത്തകരെ, ഈ 9 മാസത്തെ ട്രെയിനിങ് കാലഘട്ടത്തെക്കുറിച്ചൊരു ഫീഡ്ബാക്ക് പറയുക എന്നതാണ് എൻ്റെ അർപ്പിതമായ കർത്തവ്യം. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു സ്റ്റേജിൽ ഇങ്ങനെ വന്ന് നിന്ന് പ്രസംഗിക്കുന്നത്. ഇങ്ങനൊരു അവസരം ലഭിച്ചപ്പോൾ അത് വേണ്ടെന്ന് വെക്കാൻ മനസ്സ് വന്നില്ല. ഈ 9 മാസ കാലയളവ് എന്നത് ഒരിക്കലും ഒരു ചെറിയ കാലഘട്ടമല്ല. കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വിവിധ സ്വഭാവങ്ങളും വിവിധ ശീലങ്ങളുമുള്ള 104 പേരെ ഇവിടെ ഒത്തുചേർത്ത് ഒരു കുടക്കീഴിനുള്ളിൽ കൊണ്ടുവന്ന് ഒരേപോലെ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന മനുഷ്യരാക്കി മാറ്റുക എന്നത് വളരെ വലിയൊരു ടാസ്ക്കായിരുന്നു. അത് വളരെ സന്തോഷത്തോടെ ഏറ്റെടുത്ത് വിജയം കൈവരിച്ച എൻ്റെ ഇൻഡോർ ഔട്ട്ഡോർ ഫാക്കൽറ്റികളെ ഞാൻ സ്മരിക്കുകയാണ്. നമ്മൾ ഈ കെപ്പയുടെ കവാടം കടന്ന് ഇവിടെ എത്തിയപ്പോൾ എല്ലാവരും മനസ്സിലുണ്ടായ ഒരു ചോദ്യമാണ്, ഈ 9 മാസം എങ്ങനെ നമ്മൾ പൂർത്തിയാക്കും? നമ്മുടെ കൂടെ ആരുണ്ട്? നമ്മുടെ വീട്ടുകാർ, നാട്ടുകാർ, നമ്മൾ പഠിച്ച കാര്യങ്ങൾ, നമ്മുടെ സ്വഭാവ രീതികൾ, എങ്ങനെ നമ്മളിവിടെ അതിജീവിക്കും? പക്ഷെ ഇന്ന് ഇവിടെ നിന്നോടെ തിരിഞ്ഞു നോക്കുമ്പോൾ ഈ 9 മാസവും 9 ദിനങ്ങൾ പോലെ കഴിഞ്ഞതായി തോന്നുകയാണ്. തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ കുറേ ഓർമ്മകൾ മാത്രം. നമ്മൾ ടെൻഷൻ അടിച്ച പോലെയോ നമ്മൾ വിചാരിച്ച പോലെയുള്ള ഒരു കാര്യങ്ങളും അല്ല ഇവിടെ സംഭവിച്ചത്. കുറേ സുഹൃത്തുക്കളെ കിട്ടി, നല്ല കുറേ ഇൻസ്ട്രക്ടേഴ്സിനെ കിട്ടി, നമുക്ക് കുറേ അറിവുകൾ ലഭിച്ചു. അങ്ങനെ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെ കുറേ അധികം കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടന്നു. നമ്മൾ 104 പേരും, വളരെ കുറച്ച് പേരെ സ്പോർട്സ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നൊക്കെ ഉള്ളവരുള്ളൂ. ബാക്കി 104 പേരെ ഒരു പേര് സ്വപ്നമായിരുന്നു രാവിലെ 5 മണിക്ക് എഴുന്നേറ്റ് PT പരേഡും ചെയ്യുക. നമ്മളിപ്പോൾ 3-4 മണിക്ക് എഴുന്നേക്കാനും PPTയും BPTയും 2.4 5 കിലോമീറ്റർ 8 കിലോമീറ്റർ എന്നിട്ട് 10 കിലോമീറ്റർ പോലും വിജയകരമായി പൂർത്തിയാക്കി ഈ സദസ്സിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അത് ഈ ട്രെയിനിങ്ങിന്റെ വിജയമാണ്. ഇതിലൂടെ നമ്മൾ ആർജിച്ചെടുത്ത ശക്തിയാണ്. ശരിക്കും പറഞ്ഞാൽ ഈ ട്രെയിനിങ്ങിൽ എനിക്ക് ലഭിച്ച ഏറ്റവും വലിയൊരു അറിവെന്ന് പറയുന്നത്, നമുക്ക് അസാധ്യമായി ഒന്നും തന്നെയില്ല. നമ്മൾ വേണമെന്ന് വിചാരിച്ചാൽ, നമ്മൾ അതിനുവേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിച്ചാൽ നമുക്ക് എന്ത് നേടിയെടുക്കാൻ സാധിക്കും. അതിൽ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഞാൻ തന്നെ. ഞാൻ ഈ 29 വർഷത്തിൽ ആദ്യമായിട്ടാണ് ഒരു സ്റ്റേജിൽ കയറുന്നത് ഇങ്ങനെ പ്രസംഗിക്കുന്നത്. ഇത്രയും വലിയൊരു സദസ്സിൽ ഇത്രയും വിശിഷ്ട വ്യക്തികൾക്ക് മുന്നിൽ ഇങ്ങനെ സംസാരിക്കാൻ കഴിയുമെന്ന് ഞാൻ ജീവിതത്തിൽ പോലും പ്രതീക്ഷിച്ചില്ല. ഇനി സാധിക്കുമെന്ന് എനിക്കറിയത്തില്ല. അത്രത്തോളം സന്തോഷവും അഭിമാനകരമായ നിമിഷമാണ് എനിക്കത്.
ഈ 104 പേരിൽ നിന്നും ബെസ്റ്റ് ഓൾറൗണ്ടർ എന്നൊരു അവാർഡ് കരസ്ഥമാക്കി നിങ്ങളുടെ മുന്നിൽ ഞാനിന്ന് നിൽക്കുന്നുണ്ടെങ്കിൽ അത് എൻ്റെ മാത്രം വിജയമല്ല, എൻ്റെ വീട്ടുകാരുടെയും എൻ്റെ സഹപ്രവർത്തകരുടെയും എൻ്റെ ഇൻഡോർ ഔട്ട്ഡോർ ഫാക്കൽറ്റീസിൻ്റെയും എല്ലാവരുടെയും കഠിന പരിശ്രമത്തിൻ്റെയും ഒരു കൂട്ടായ്മയുടെ ഫലം കൂടിയാണ്. ഏത് പ്രതികൂല സാഹചര്യങ്ങളെയും അതിജീവിച്ച് മുന്നോട്ട് പോകാൻ എനിക്ക് ശക്തി നൽകിയത് എൻ്റെ കുടുംബം, എൻ്റെ മകള്, എൻ്റെ സാറന്മാർ, എല്ലാവർക്കും ഞാൻ ഈ അവസരത്തിൽ എൻ്റെ നന്ദി രേഖപ്പെടുത്തുകയാണ്. നമുക്ക് ഒട്ടും സാധ്യമല്ല എന്ന് കരുതിയ ഒരുപാട് മേഖലകളിലൂടെ കടന്നു പോകാൻ ഈ പോലീസ് ട്രെയിനിങ് നമുക്ക് സഹായകമായിട്ടുണ്ട്. കമാൻഡോ ട്രെയിനിങ്, HET, അതുപോലെ തന്നെ പല ട്രെയിനിങ്ങുകളും. നമ്മൾ ആദ്യം വന്ന സമയങ്ങളിൽ ബാത്റൂമിൽ നിൽക്കാൻ മണിക്കൂറോളം ക്യൂ നിന്ന നമ്മൾ ഇപ്പോൾ ഒരു 5 മിനിറ്റ് കൊണ്ട് റെഡിയായി ഏത് ഡ്യൂട്ടിക്കും ഇറങ്ങാൻ തയ്യാറാണ്. അതാണ് ഈ ട്രെയിനിങ്ങിൻ്റെ വിജയം. നമ്മൾ 29 വർഷം അല്ലെങ്കിൽ 30 വർഷം കൊണ്ട് നമുക്ക് കിട്ടാത്തൊരു അവസരമാണ്, അല്ലെങ്കിൽ ഒരു കഴിവാണ് നമുക്ക് ഈ ട്രെയിനിങ്ങിലൂടെ നേടിയെടുക്കാൻ സാധിച്ചത്. ഈ 9 മാസ കാലയളവ് എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിലയേറിയ നിമിഷങ്ങളാണ്. ഈ കാലയളവിലാണ് ശരിക്കും പറഞ്ഞാൽ കോൺഫിഡൻസ് എന്താണ്, സെൽഫ് കോൺഫിഡൻസ് എന്താണ്, ഡിസിപ്ലിൻ എന്താണ്, ടൈം മാനേജ്മെന്റ് എന്താണ്, ഈ വാക്കുകളുടെ യഥാർത്ഥ അർത്ഥം എന്താണെന്ന് പോലും ഞാൻ പഠിച്ചത് ഇവിടെ വന്നതിന് ശേഷമാണ്. ഒരുപാട് സന്തോഷമോടെ ഈ വേദിയിൽ ഇങ്ങനെ എല്ലാവരുടെയും മുന്നിൽ നിന്ന് സംസാരിക്കുവാൻ. ഇത് എനിക്ക് കരുത്ത് പകർന്നു തന്നെ എൻ്റെ ഇൻഡോർ ഔട്ട്ഡോർ ഫാക്കൽറ്റീസ്, എൻ്റെ മാതാപിതാക്കൾ, ഗുരുക്കന്മാർ, എല്ലാവർക്കും ഈ അവസരത്തിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. പിന്നെ കെപ്പ കലാലയം, എൻ്റെ IJ ബ്ലോക്ക്, IJ ഗ്രൗണ്ട്, പഞ്ചവാദ്യം ബാരക്ക്, എല്ലാം എൻ്റെ മരണം വരെ മനസ്സിലുണ്ടാകുമെന്ന് ഒരിക്കൽ കൂടി ഓർപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ബഹുമാനപ്പെട്ട കേരള പോലീസ് അക്കാദമി ശ്രീ K. സേതുരാമൻ IPS സാർ, വേദിയിലിരിക്കുന്ന മറ്റ് വിശിഷ്ട വ്യക്തികളെ, എൻ്റെ സഹപ്രവർത്തകരെ, ഏറെ സന്തോഷത്തോടു കൂടിയും അഭിമാനത്തോടു കൂടിയും ആത്മവിശ്വാസത്തോടു കൂടിയാണ് ഞാൻ ഇന്ന് ഈ വേദിയിൽ നിൽക്കുന്നത്. എന്നെപ്പോലെ നിങ്ങൾ ഓരോരുത്തരും ഈ പറഞ്ഞ പോലെ അത്രയും ആത്മവിശ്വാസത്തോടു കൂടി തന്നെയാണ് ഇവിടെ ഇരിക്കുന്നതെന്ന് എനിക്കറിയാം. പക്ഷേ എനിക്കൊന്ന് ഫീഡ്ബാക്ക് എന്ന് പറയുമ്പോൾ ട്രെയിനിങ്ങിൻ്റെ കുറേ കാര്യങ്ങൾ എനിക്ക് മുന്നേ സംസാരിച്ച കുറേ ആൾക്കാർ പറഞ്ഞു കഴിഞ്ഞു. ഇനി അതിലോട്ടൊന്നും ഞാൻ പോകുന്നില്ല. എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് പറയുന്നത് 2 കാര്യങ്ങളാണ്. അതായത് സങ്കടവും അതേപോലെ തന്നെ സന്തോഷമുണ്ട്, അതേപോലെ തന്നെ സങ്കടത്തോടു കൂടിയാണ് ഞാൻ ഈ വേദിയിൽ ശരിക്കും പറഞ്ഞ് നിൽക്കുന്നത്. സന്തോഷത്തിൻ്റെ കാര്യം എന്ന് പറയുന്നത്, ഒന്ന് ഈ പറഞ്ഞ പോലെ 9 മാസത്തെ ട്രെയിനിങ് നമുക്ക് ഓരോരുത്തർക്കും വിജയകരമായി തന്നെ പൂർത്തിയാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. സങ്കടത്തിൻ്റെ കാര്യങ്ങൾ എന്ന് പറയുകയാണെങ്കിൽ, ഒന്നാമത്തെ കാര്യം, അതായത് ഇപ്പം ഇൻഡോർ ക്ലാസ്സുകൾ നമുക്കറിയാം, നമ്മൾ ഇൻഡോറിൽ ഒരുപാട് വിഷയങ്ങൾ പഠിക്കുന്നുണ്ട്. ഇപ്പം ലോ സബ്ജക്റ്റുകളായിക്കോട്ടെ, മറ്റ് വിഷയങ്ങളായിക്കോട്ടെ. നമ്മൾ നാളെ ഒരു പ്രവർത്തന മേഖലയിലേക്ക് ഇറങ്ങുമ്പോൾ അതിൽ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഉപയോഗിക്കേണ്ട, പ്രാക്ടിക്കലി നമുക്ക് ഉപയോഗിക്കേണ്ട ഒരുപാട് വിഷയങ്ങളാണ് നമ്മൾ ഇൻഡോർ തലത്തിൽ പഠിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് കഴിഞ്ഞ് ഇൻഡോറിലേക്ക് വരുമ്പോൾ അത് എത്രമാത്രം നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളത് വലിയൊരു വിഷയമാണ്. സമയപരിമിതി ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അത് അങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയാം. പക്ഷെ എങ്കിൽ പോലും എൻ്റെ ആ ഒരു വിഷമം ഞാൻ പങ്കുവെക്കുകയാണ്. കാരണം നമുക്ക് പലർക്കും മികച്ച ഇൻഡോറൊക്കെ നമുക്കുണ്ട്, അവരൊക്കെ നല്ല എഫേർട്ട് എടുത്തിട്ടാണ് ഇൻഡോറൊക്കെ വാങ്ങിയെന്നുള്ളത് നമുക്കറിയാം. പക്ഷെ എങ്കിലും കുറച്ച് പേരെ ഇങ്ങനെ മാറ്റി നിർത്തുമ്പോൾ ബാക്കി മെജോറിറ്റി ആൾക്കാർക്ക് ഈ പറഞ്ഞ പോലെ ഇൻഡോറിലൊന്നും പൂർണ്ണമായിട്ട് അല്ലെങ്കിൽ ഒരു 100% പോലും ആത്മാർത്ഥതയോടുകൂടി പ്രവർത്തിക്കാൻ സാധിച്ചിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇൻഡോറിൻ്റെ മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ, പോസ്റ്റ്മോർട്ടം കിട്ടിയിട്ടില്ല. നമ്മൾ ഒരുപാട് ആഗ്രഹിച്ച ഒരു കാര്യമായിരുന്നു അത്. നമുക്കൊരു ഹോസ്പിറ്റൽ വിസിറ്റോ അല്ലെങ്കിൽ പോസ്റ്റ്മോർട്ടം കാണാനുള്ള ഒരു സാഹചര്യം നമുക്ക് കിട്ടിയിട്ടില്ല. അതും ഒരു വിഷമത്തിൻ്റെ ഒരു കാര്യമാണ്. കാരണം നമ്മുടെ നാളെ ഈ പറഞ്ഞ ഒരു പ്രാക്ടിക്കലി അല്ലെങ്കിൽ ഒരു ഡ്യൂട്ടിയിൽ നമ്മൾ ഇറങ്ങുമ്പോൾ നമുക്ക് ഏറ്റവും ആവശ്യമുള്ള ഒരു കാര്യമായിരുന്നു അത്. ആ ഒരു വിഷമം കൂടി ഞാൻ ഇവിടെ പങ്കുവയ്ക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ എനിക്ക് തോന്നിയ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, SI മാർക്കൊക്കെ ഞാൻ കമ്പയർ ചെയ്ത് പറയല്ല, SI മാർക്കൊക്കെ സ്റ്റഡി റൂമുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ RTPC മാർക്ക് എന്തില്ല, സ്റ്റഡി റൂമുകളും കാര്യങ്ങളൊന്നുമില്ല. 10 മണിക്ക് ബാരക്കിൽ ലൈറ്റ് ഓഫ് ആക്കണം, അതിനുശേഷം പഠിക്കാനോ അല്ലെങ്കിൽ അല്പനേരം നമ്മുടെ ഒന്ന് ഫ്രീ ആയിരുന്നു വായിക്കാനോ ഒന്നുമുള്ള സൗകര്യങ്ങളില്ല. അപ്പോൾ ബഹുമാനപ്പെട്ട ഡയറക്ടർ സാർ അതിനുള്ള സൗകര്യം കൂടി ഇനി വരുന്ന ബാച്ചുകൾക്ക് ചെയ്തു കൊടുക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. പിന്നെ ഔട്ട്ഡോറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, നമുക്കറിയാം ഒരു പോലീസ് സേനയുടെ ഭാഗം എന്നുള്ള രീതിയിൽ നമ്മൾ പ്രവർത്തിക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഉണ്ടാവേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് കായികക്ഷമതയാണ്. അത് 100% വിജയകരമായി തന്നെ നമ്മുടെ T2 കമ്പനിയുടെ ഉദ്യോഗസ്ഥർ നമുക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്. നമ്മൾ ഓരോരുത്തരും ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ അവിടെ എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് പറയുന്നത്, അതായത്
നമ്മൾ ഏറ്റവും വലിയ വില കൊടുക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ മാനസികാരോഗ്യമാണ്. അപ്പൊ ഇത്രയും ടൈറ്റ് ഷെഡ്യൂളിലൂടെ നമ്മൾ കടന്നു പോകുന്ന ഒരു സമയത്ത് നമ്മുടെ മാനസികാരോഗ്യത്തിന് നമ്മൾ എന്ത് വില കൊടുത്തിട്ടുണ്ട് എന്നുള്ളതും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം നമുക്കറിയാം പോലീസ് ഉദ്യോഗസ്ഥരിൽ കൂടുതൽ പേരും ആത്മഹത്യ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്ട്രെസ് മാനേജ് ചെയ്യാൻ പറ്റാതെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പൊ നമ്മുടെ ഈ ഒരു ട്രെയിനിങ് സ്റ്റേജിൽ തന്നെ നമുക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മാനേജ് ചെയ്യാനും അതേപോലെ തന്നെ മാനസികാരോഗ്യത്തിന്, അതായത് മെന്റൽ ഫെറ്റിക് കുറച്ചുകൊണ്ട് മാനസികാരോഗ്യത്തിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. നമ്മുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് കൾച്ചറൽ പ്രോഗ്രാംസ് ഒന്നും കിട്ടിയിട്ടില്ല. അക്കാദമി മുഴുവൻ നടത്തിയിട്ടുള്ള കോമൺ ആയിട്ടുള്ള ഒരു കൾച്ചറൽ പ്രോഗ്രാം മാത്രമായിരുന്നു നമുക്ക് കിട്ടിയത്. ഗെയിംസിനായാൽ പോലും നമുക്ക് അതിനുള്ള സമയം പലപ്പോഴും ലിമിറ്റഡ് ആയിരുന്നു എന്നുള്ളതാണ്. അങ്ങനെയുള്ള സമയങ്ങളൊന്നും കൂടുതൽ ലഭിച്ചിട്ടില്ല. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടെ ട്രെയിനിങ്ങിൽ ഇൻക്ലൂഡ് ചെയ്യുകയായിരുന്നെങ്കിൽ കുറച്ചുകൂടെ നന്നായിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ട്രെയിനിങ്ങിന്റെ ഇടയിൽ നമുക്ക് ഡ്യൂട്ടീസ് വന്നിട്ടുണ്ട്. കുറച്ച് പേർക്കൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് സീനിയേഴ്സ് ആയിട്ടുള്ള കുറെ പേർക്ക് മറ്റു ഡ്യൂട്ടീസ് ബറ്റാലിയൻ എന്ന് വരുന്നതാണ് നമുക്കറിയാം. പക്ഷെ എങ്കിൽ പോലും ആ ഡ്യൂട്ടീസിന്റെ ഭാഗമായിട്ട് ഞാൻ അടക്കമുള്ള കുറെ ആൾക്കാർക്ക് സ്വിമ്മിങ് ക്ലാസ്സുകളൊക്കെ മിസ്സായി പോയിട്ടുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു സ്വിമ്മിങ്ങിന് ഫെയിൽ ആയിട്ടുള്ള ആൾക്കാരുടെ സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ കൂടുതലും ഈ ഡ്യൂട്ടിക്ക് പോയിട്ടുള്ള ആൾക്കാരായിരുന്നു. അപ്പൊ അതിന് കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ക്ലാസ്സുകളൊക്കെ കിട്ടിയിട്ടുണ്ട്. പക്ഷെ എങ്കിൽ പോലും കുറച്ചുകൂടെ കിട്ടുമായിരുന്നെങ്കിൽ കുറെ പേര് കൂടെ സ്വിമ്മിങ്ങിന് പാസ്സായി പോകുമായിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ തോന്നിയ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ഔട്ട്ഡോർ ടെസ്റ്റുകളിൽ കൂടുതലും പല കാര്യങ്ങളിലും നമ്മൾ മാനുഷികമായ പരിഗണന കൊടുത്തുകൊണ്ട് കുട്ടികളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് കൂടുതൽ പേര് അത് വിജയിക്കുന്നുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ചെറിയൊരു പരിഗണന സ്വിമ്മിങ്ങിനും കൂടെ ലഭിക്കുമായിരുന്നെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരുന്നു എന്ന് എനിക്കും തോന്നിയിട്ടുണ്ട്. എനിക്കല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും തോന്നിയിട്ടുണ്ടാവും. കാരണം ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മള് എല്ലാവരും ഒരു 25 എബോവ് ഉള്ള ആൾക്കാരാണ് കൂടുതൽ പേരും എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു പ്രായത്തിൽ സ്വിമ്മിങ് പഠിച്ചെടുക്കുക എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ നമ്മുടെ ബോഡി, നമ്മുടെ നെർവസ് സിസ്റ്റം കോർഡിനേഷൻ കൃത്യമായിട്ട് അതിൽ വരണമെന്നില്ല. അപ്പൊ കുറച്ചുകൂടെ ക്ലാസ്സുകൾ കിട്ടിയാൽ മാത്രമേ എല്ലാവർക്കും അത് വിജയകരമായി ടെൻഷൻ ഫ്രീ ആയിട്ട് സ്വിം ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. നമ്മൾ കുറെ പേര് നീന്തി, പക്ഷെ ഈ പറയുന്ന പോലെ അതൊരു എൻജോയ് ചെയ്യാനോ അല്ലെങ്കിൽ ചെയ്യണ്ടേ എന്ന് കരുതി ചെയ്തവരാണ് കൂടുതൽ പേര്. അതൊരു എൻജോയ് ചെയ്ത ഒരു ആക്ടിവിറ്റി ആക്കി മാറ്റാൻ പലർക്കും സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പൊ അത്തരത്തിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുകയാണെങ്കിൽ കുറച്ചുകൂടെ നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ ട്രെയിനിങ്ങിന്റെ കാര്യം പറയുകയാണെങ്കിൽ T2 കമ്പനി എനിക്ക് തോന്നുന്നു വലിയൊരു ഭാഗ്യമാണ്. അജിത് സാറിന്റെ കീഴിൽ ഇത്തരത്തിലൊരു ട്രെയിനിങ് പൂർത്തിയാക്കാൻ സാധിച്ചത് വലിയൊരു ഭാഗ്യമായിട്ട് തോന്നുന്നു. കാരണം ആരോ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ബാച്ചിന്റെ ഒരു പ്രത്യേകത ബാച്ച് ഔട്ട് ആയ ആരും ഇല്ല എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ ഒരു ബാച്ച് ഔട്ട് ഇല്ലാത്ത ഒരു ബാച്ചായിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ അത് തീർച്ചയായിട്ടും നമ്മുടെ OC സാറിന്റെയും AC സാറിന്റെയും AD സാറിന്റെയും ഒക്കെ വലിയൊരു സപ്പോർട്ട് കൊണ്ടാണ് ഇത്തരത്തിൽ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിച്ചെന്നുള്ളതാണ്. അതിന് അവരോട് ഞാൻ ഏറ്റവും വലിയ നന്ദി അറിയിക്കുകയാണ്. പിന്നെ എനിക്ക് പറയാൻ മറ്റൊരു കാര്യം, നാളെ ഈ പറഞ്ഞ പോലെ നിങ്ങൾ ഓരോരുത്തരും, ഞാൻ അടക്കമുള്ള നിങ്ങൾ ഓരോരുത്തരും എന്താ പറയുക, ഫീൽഡിലോട്ട് ഇറങ്ങുന്ന സമയത്ത് നല്ല രീതിയിലുള്ള ഒരു സേനാംഗം എന്ന രീതിയിൽ, അതായത് പോലീസിന്റെ എല്ലാ മൂല്യങ്ങളും കാര്യങ്ങളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. താങ്ക് യു. It is my honor to invite Shri K. Sethurathan IPS, IGP and Director KEPA to inaugurate the graduation ceremony and deliver the keynote address. May I continue you to inaugurate the session and address the gathering. The Best Indoor Award is presented to RTWPC 6857 Haripriya AN. Best Outdoor Award goes to RTWPC 6878 Meenakshi J. Best Shooter 20th rematch RTWPC 6853 Anjali Rajavan. And now, the Best All-Rounder Award, honoring overall excellence in all aspects of training, goes to RTWPC 6823 Fatima Salim.
We will now proceed with the award distribution for toppers in various indoor subjects. RTWPC 6857 Haripriya A.L. has secured the top position in 3 indoor subjects: Introduction to Police, Law subjects, and Investigation. RTWPC 6857 Haripriya A.L. Topper in Police Rules, Regulations and Manual, RTWPC 6842, Asha D. Best performer in Criminology and Criminalistics, RTWPC 6826, Anjuraj S. Topper in Police Station Duties and Responsibilities, RTWPC 6878, Meenakshi J. Meenakshi J has also topped in 3 outdoor subjects: PPT, drill, and weapons training. Best performer in Computer Basics, RTWPC 6901, Vaishnavi Suresh. Next, we have the topper in modules and all-day modules, RTWPC 6856, Shrikuti M.A. Next, we have the topper for the cyber modules, RTWPC 6904, Akina K. We will now proceed with the award distribution for the toppers in various outdoor subjects. Anjana Vijayan, RTWPC 6919, is the topper in BPET, and also she shares the first position in Field Craft and Tactics. Next we have RTWPC 6890, Ashwini E, and she is the topper in UAC. Topper in swimming, RTWPC 6893, Amrita VS.
Topper in obstacle course, RTWPC 6928, Smita S. RTWPC 6878, Meenakshi J, is also the topper in PPT. Topper in weapon training, RTWPC 6894, Shahina A. We have another topper in Fieldcraft and Tactics, RTWPC 6837, Harita P. RTWPC 6860, Vishwasri PV, has topped the yoga course. We will now proceed with the certificate distribution for all the graduating recruits. Kindly line up and come forward as your names are called out. RTWPC 6590, Swati K. RTWPC 6823, Fatima Salim. RTWPC 6824, Anjali SB. RTWPC 6826, Anjuraj S. RTWPC 6827, Ashwati S. RTWPC 6828, Shavika SB. RTWPC 6829, Shyamini B. RTWPC 6830, Gopika VG. RTWPC 6831, Sumaya PS. RTWPC 6832, Nilsi NS. RTWPC 6833, Ashraya K. RTWPC 6834, Shelby B. RTWPC 6835, Dhanya KV. RTWPC 6836, Amala Xavier.
RTWPC 6837, Harita P. RTWPC 6838, Aparna B.A. RTWPC 6839, Ajmi N. RTWPC 6840, Aditya Chandran. RTWPC 6841, Gina SB. RTWPC 6842, Arsha D. RTWPC 6843, Sharanya Lal. RTWPC 6844, Megha Kutten S. RTWPC 6845, Atulya Chandran. RTWPC 6846, Ambili C. RTWPC 6847, Minimol P. RTWPC 6848, Sheetal KS. RTWPC 6849, Naufia Harris. RTWPC 6850, Manju M. RTWPC 6851, Divya KK. RTWPC 6852, Anjita VS. WPC 6853, Anjali Rajapan. WPC 6854, Adira Mohanan. WPC 6855, Adira A. Nair. WPC 6856, Shrikuti M.A. WPC 6857, Haripriya A.L. WPC 6858, Alisha H.
WPC 6859 Sneha M. WPC 6860 Vishwasri PV. WPC 6861 Krishnapriya PV. WPC 6862 Sherina K. WPC 6863 Ashwati K. WPC 6864 Shweta TM. WPC 6865 Sophia MS. WPC 6866 Adira BR. WPC 6867 Rasina A. WPC 6868 Shilpa Ravindran. WPC 6869 Pooja P. WPC 6870 Shruti VS. WPC 6871 Anjana MG. WPC 6872 Chaitra J. WPC 6873 Reddy Krishna K. WPC 6875 Rasika K. WPC 6876 Aruna CR. WPC 6877 Shirin M. WPC 6878 Meenakshi J. WPC 6879 Anjika K. WPC 6880 Anjana Vijay. WPC 6881 Amrita AA. WPC 6882 Anu C. WPC
6883, Adria Prabhakaran. WPC 6884, Vijita V. WPC 6885, Priya U. WPC 6886, Sarika Krishna. WPC 6887, Sophia JN. WPC 6888, Amrita George. WPC 6889, Vipina Vijay. WPC 6890, Ashwini E. WPC 6891, Tinta Babu P. WPC 6892, Anusha NP. WPC 6893, Amrita VS. WPC 6894, Shahina A. WPC 6895, Reshma J. WPC 6896, Revati S. WPC 6897, Sarjima MK. WPC 6899, Sri Lakshmi Raj. WPC 6900, Atulya SR. WPC 6901, Vaishnavi Suresh. WPC 6902, Mitra MJ. WPC 6903, Anupama T. WPC 6904, Akina K. WPC 6905, Shrutilaya P. WPC 6906, Jessiamol OK. WPC 6908, Jacqueline Joseph. WPC 6909, Shifana ME.
WPC 6910, Praveena Prakashan. WPC 6911, Amrita KT. WPC 6912, Sandra Babu. WPC 6913, Afifa Sherin AA. WPC 6914, Aishwarya Krishna. WPC 6915, Anjali AA. WPC 6916, Megha N. WPC 6917, Kavya K. WPC 6918, Safna CI. WPC 6919, Anjana Vijayan. WPC 6920, Sharanya K. WPC 6921, Arya S. WPC 6922, Meenakshi CJ. WPC 6923, Sneha P. Satish. WPC 6924, Ponnu S. WPC 6925, Lausha Raj VR. WPC 6926, Harita L. WPC 6928, Smita S. So we are done with the certificate distribution. പ്രിയപ്പെട്ട അധ്യക്ഷൻ എ ഡി ട്രെയിനിങ് മൊയ്തീൻകുട്ടി, പ്രിയപ്പെട്ട എഡിമാരെ, மற்றும் 9 മാസ ട്രെയിനിങ് പൂർത്തിയാക്കി വിജയകരമായി പോലീസ് സേനയിലേക്ക് വന്ന പ്രിയപ്പെട്ട സിവിൽ പോലീസ് ഓഫീസർമാരെ, ട്രെയിനീസ് എന്ന് പറയാൻ പറ്റും, എന്തായാലും വളരെ സന്തോഷമുണ്ട്. ശരിക്കും നിങ്ങളെ എൻ്റെ ഫീഡ്ബാക്ക് അനുസരിച്ച് അവിടെ ഉണ്ടായിരുന്ന മറ്റേ ബറ്റാലിയന്മാരെക്കാളും മികച്ച രീതിയിൽ, പുരുഷന്മാരെക്കാളും മികച്ച രീതിയിൽ പറയുകയും ചെയ്തു എന്ന് ഞാൻ കേട്ടു. അത് തന്നെ വലിയൊരു നിങ്ങളുടെ എനിക്ക് തോന്നുന്നത് ഈ ഔട്ട്ഡോർ സ്റ്റാഫിന്റെ, പ്രത്യേകിച്ച് നിങ്ങളുടെ OC അജിത് കുമാറിന്റെ
മോട്ടിവേഷനും. അദ്ദേഹം സാധാരണ ഒരു ഓസി മാത്രമല്ല, അദ്ദേഹം സ്കോളർലി ഒരു ഓസിയും കൂടിയാണ്. ഒരുപാട് വായിക്കുന്ന കൂട്ടത്തില കുറച്ചുകൂടി കാര്യമായിട്ട് വിവരമുള്ള ആളാണ്. ഏതായാലും എല്ലാവർക്കും ഇത്രയൊക്കെ വളരെ ഓരോരുത്തർ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഒരു ആദ്യം കണ്ടതിനേക്കാളും 10 വയസ്സ് കുറവുകൂടെ തോന്നും എല്ലാവരും കൂടി. SPC കുട്ടികളെ കൂടെ കാണുന്നത്. അപ്പൊ നിങ്ങളുടെ വീട്ടിൽ പോകുന്ന സമയത്ത് ഈ ഡ്രസ് കണ്ടിട്ട് നിങ്ങളുടെ കുടുംബാംഗങ്ങൾ വിചാരിക്കുന്നത് നിങ്ങൾ ഭയങ്കര മാറ്റം പ്രതീക്ഷിക്കുന്നു. പക്ഷെ കാരണം ഇത് പകുതി പേര് നേരത്തെ മാരീഡ് ആയിരുന്നു. ഒരു വർഷം ഒരു കുടുംബത്തിന് മാറി നിന്ന് ചില കുട്ടികളൊക്കെ ഉണ്ടാവും. അവരൊക്കെ ശരിക്കും മിസ് ചെയ്തിട്ടുണ്ടാവും. ഏതായാലും ഈ 9 മാസം പിടിച്ചിരുന്നത് തന്നെ വലിയ കാര്യമായിട്ട് ഞാൻ കാണുന്നു. എല്ലാവരും ഞാൻ ഒരിക്കൽ കൂടി അഭിനന്ദിക്കുന്നു. പിന്നെ നിങ്ങളുടെ ഫീഡ്ബാക്കിന് പ്രത്യേകിച്ച് നല്ല വാക്കുകൾക്ക് നന്ദി. ഈ ശില്പ രവീന്ദ്രൻ പറഞ്ഞ കാര്യങ്ങൾ കൂടി പ്രത്യേകിച്ച് പറഞ്ഞതെന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി പുള്ളിക്കാരിക്ക് ഇവിടുത്തെ നല്ല വാക്കേ പറയാനുള്ളൂ. എന്നാലും ഈ ഫീൽഡ് എക്സ്പീരിയൻസ് കുറിച്ച് തന്നെ ഉണ്ടായിരുന്നു. തീർച്ചയായും ഫീൽഡ് എക്സ്പീരിയൻസുമായിട്ടുള്ള കുറച്ച് ഫാക്കൽറ്റി മെമ്പേഴ്സാണ് അവിടെ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അങ്ങനത്തെ ഒരു ക്ലാസ് നമ്മൾ സംഘടിപ്പിക്കാം. കുറച്ചുകൂടി കൂടുതൽ കേസ് സ്റ്റഡീസുമായിട്ടുള്ള ക്ലാസ്സുകൾ. അതാണ് എനിക്ക് തോന്നുന്നത് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. അതുപോലെ തന്നെ അഞ്ജുരാജിന്റെ ഒരു ഫീഡ്ബാക്ക് വളരെ ഉണ്ടായിരുന്നു. പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഒരുപാട് പ്രാക്ടിക്കലായിട്ടില്ല, ഒരുപാട് ഇവിടെ പഠിച്ച കാര്യങ്ങളൊക്കെ ദിനചര്യയിൽ ഉപയോഗിക്കാൻ സാധിക്കും. ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഡ്രസ്സൊക്കെ ചെയ്യാൻ സാധിക്കുന്നു. ഡിസിപ്ലിൻ ആയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് പ്രാക്ടിക്കലായ ഒരുപാട് കാര്യങ്ങളാണ് പുള്ളിക്കാരൻ ഉദ്ദേശിച്ചത്. തീർച്ചയായും ഒരുപാട് പഠിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഇൻവെസ്റ്റിഗേഷനകത്ത് പ്രത്യേകിച്ച് ഈ പ്രാക്ടിക്കലിലെ കാര്യങ്ങൾ പഠിക്കാനായിട്ട് അവർ താല്പര്യം എന്ന് പറയുന്നു. അപ്പോൾ നമുക്ക് സത്യം പറഞ്ഞാൽ എല്ലാ സമയത്തും എല്ലാം പഠിപ്പിക്കാൻ സാധിക്കുന്നില്ല. ഇൻവെസ്റ്റിഗേഷനകത്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾ പഠിപ്പിക്കുന്നത് ഈ ക്രിമിനൽ ആക്ടിനകത്തുള്ള സംഭവം എന്നാണ് ഇൻവെസ്റ്റിഗേഷൻ എടുക്കുന്നത്. പരമാവധി ഫീൽഡിൽ പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് പഠിച്ചെടുക്കും. പക്ഷെ അതേ സമയത്ത് നമുക്ക് ഇന്റർപ്രിട്ടേഷനെ കുറിച്ചുള്ള ഒരു ക്ലാസ്സുകൾ കുറവെന്ന് തോന്നുന്നു. അതായിരിക്കും നിങ്ങൾ പ്രത്യേകിച്ച് ഫീൽഡിൽ പോകുന്ന സമയത്ത് ഉണ്ടാകാൻ പോകുന്ന ചെറിയ ബുദ്ധിമുട്ടുകൾ. പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ പോക്സോ കേസുകളിലെ വിക്ടിംസിനും പ്രതികളും അതുപോലെ തന്നെ പ്രതികളെയും കൂടുതൽ ക്വസ്റ്റ്യൻ ചെയ്ത് നിങ്ങളാണ്. വിക്ടിം പോക്സോ കേസിലെ വിക്ടിംസിന് എത്ര പ്രായമായാലും 17 വയസ്സിലും പ്രായപൂർത്തിയായ ഒരു പയ്യനായാലും അല്ലെങ്കിൽ കുട്ടിയായാലും ഇവിടെ സ്റ്റേറ്റ്മെന്റുകൾ മുഴുവൻ എടുക്കുന്നത് നിങ്ങളായിരിക്കും. അത് ആ സ്റ്റേറ്റ്മെന്റ് എടുക്കാനായിട്ട് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറിന്റെ IOക്ക് അധികാരം വന്നിട്ട്. അപ്പോൾ ഈ വക കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി കൂടുതൽ ഊന്നൽ തോന്നുന്നു. അതായിരിക്കും പുള്ളിക്കാരെ ഉദ്ദേശിച്ചത്. ഏതായാലും നമ്മൾ പ്രാക്ടിക്കലായിട്ട് അതൊക്കെ നമ്മൾ ആലോചിക്കാം. അതുപോലെ തന്നെ ഫാത്തിമ സത്യം പറഞ്ഞാൽ ഏറ്റവും ബെസ്റ്റ് ക്യാരക്ടർ കൂടെ ആയിരുന്നല്ലോ ഇവിടെ അല്ലേ? ഫാത്തിമ സലീം. അതെ, പക്ഷെ മെഡൽ കൂടുതൽ കിട്ടിയിട്ടില്ല. എന്നാലും ആൾ ബെസ്റ്റാണ്. നമ്മൾ നോക്കുന്ന സമയത്ത് വളരെ നന്നായിട്ട് എല്ലാം ഓവറോൾ എല്ലാം ചെയ്തിട്ടുണ്ട്. എക്സലന്റ്. അപ്പൊ പുള്ളി പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ നമുക്കൊരു ഈ പബ്ലിക് സ്പീച്ചിൽ ആദ്യമായിരിക്കും പുള്ളിക്കാരി പങ്കെടുക്കുന്നു പറയുന്നു. അപ്പൊ കൾച്ചറൽ ആക്ടിവിറ്റീസ് ഒന്നും പങ്കെടുത്തില്ല നിങ്ങളെല്ലാവരും? നമ്മൾ പരമാവധി കൾച്ചറൽ ആക്ടിവിറ്റീസ് സംഘടിപ്പിച്ചിരുന്നു. നിങ്ങളുടെ ക്ലബിലുണ്ടായിരുന്നല്ലേ? അപ്പൊ ക്ലബിലെ ആക്ടിവിറ്റീസിലുള്ള ഭാരവാഹികൾ എന്ത് ചെയ്തുകൊണ്ടിരുന്നു? ക്ലബ് ആക്ടിവിറ്റീസിലെ ഭാരവാഹികൾ ലിറ്റററി ക്ലബുണ്ട്, ഡ്രാമ ക്ലബുണ്ട്, കുറെ ക്ലബുണ്ട്. ഈ ക്ലബ് ആക്ടിവിറ്റീസ് നമ്മള് പ്രത്യേകിച്ച് ഞങ്ങളുടെ അടുത്ത് പ്രസവങ്ങളുടെ പറയുന്നത് മാക്സിമം കൾച്ചറൽ ആക്ടിവിറ്റീസ് സംഘടിപ്പിക്കണം. പക്ഷേ എനിക്ക് തോന്നുന്നു കൾച്ചറൽ ആക്ടിവിറ്റീസ് അതൊക്കെ സംഘടിപ്പിച്ചിരുന്നു. അത് നിങ്ങളുടെ ഭാരവാഹികളുടെ നാളെ കൾച്ചറൽ ആക്ടിവിറ്റീസിന്റെ ക്ലബ്ബാണ് കൾച്ചറൽ സെക്രട്ടറി. എത്ര ക്ലാസ് എത്ര കൾച്ചറൽ സംഘടിപ്പിച്ചു? അത് നിങ്ങൾ ചോദിച്ചാ പോരെ? ആര് ചർച്ച ചെയ്യുന്നില്ല? നിങ്ങളുടെ ഡാൻസ് കാണാനായിട്ട് നമ്മള് വെയിറ്റ് ചെയ്തിട്ടിരിക്കുക. പാട്ടും ഡാൻസൊക്കെ നിങ്ങൾ പ്രകടിപ്പിക്കാമല്ലോ. നിങ്ങളുടെ കലാപരമായ കാര്യങ്ങൾ പ്രകടിപ്പിക്കാമല്ലോ. അതിനെ തടസ്സമൊന്നുമില്ല. അപ്പൊ തന്നെ നിങ്ങൾ ഓസിയിട്ട് പറഞ്ഞാൽ മതി, നമുക്ക് സംഘടിപ്പിക്കാം. അതല്ല, അതായത് നമുക്ക് ഈ കൾച്ചർ ക്ലബ് ഉണ്ടാകാൻ കാരണം പണ്ടത്തെ കൾച്ചർ ക്ലബ് നിങ്ങൾ തന്നെ സംഘടിപ്പിക്കാനായിട്ടാ. നമ്മൾ പറഞ്ഞ് നിങ്ങൾക്ക് മെഡൽ തരാം, റിവാർഡ് ഉണ്ടാകും, എല്ലാം ഉണ്ടാവും, പൈസ ഉൾപ്പെടെ തരാം, എന്തെങ്കിലും ഫിനാൻഷ്യൽ ആവശ്യമുണ്ടെങ്കിൽ
നമ്മൾ പരമാവധി കൾച്ചറൽ ആക്ടിവിറ്റീസ് സജീവമാക്കാനാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതെ പരമാവധി കൾച്ചറൽ ക്ലബ് ലിറ്റററി ക്ലബ്ബ് സെക്രട്ടറി ഇതിനെ സംഘടിപ്പിച്ചു. ലിറ്റററി ക്ലബ്ബ് സെക്രട്ടറി ആണ്. ലിറ്റററി ക്ലബ്ബ് സെക്രട്ടറി ഇവിടെ ഇല്ല, അറുണ്ടല്ലോ എല്ലാവരും ക്ലബ്ബ് ഓരോ ക്ലബ്ബ് ആക്ടിവിറ്റീസ് ഓരോ ഭാഗമായി ഉണ്ടല്ലോ. അപ്പൊ എനിക്ക് തോന്നുന്നത് ക്ലബ് ആക്ടിവിറ്റീസ് കുറച്ചുകൂടി സജീവമാണെന്ന് തോന്നുന്നു. നമുക്ക് കുറച്ചുകൂടി കാര്യമായിട്ട് മാക്സിമം അവർ കുറച്ചുകൂടി പ്രക്ഷോഭമുള്ള ഏതായാലും ഫാത്തിമ ഒരുപാട് നല്ല ഫീഡ്ബാക്ക്, സെൽഫ് കോൺഫിഡൻസ് ഒക്കെ ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. തീർച്ചയായും ഫാത്തിമ നല്ലൊരു പോലീസ് ഉദ്യോഗസ്ഥയായിട്ട് മാറും. അടുത്തൊരു SI ആയി കൂടെ നിങ്ങൾ പറയാൻ നോക്കാം. അടുത്ത കൂടി അതുപോലെ തന്നെ നന്ദിയുടെ ഒരുപാട് നല്ല ഫീഡ്ബാക്ക് ആയിരുന്നു. ഈ പോസ്റ്റ്മോർട്ടറിന്റെ കാര്യം നോക്കി ഞാൻ ചോദിച്ചപ്പോൾ ഷാജി ജോസ് പറയുന്നത് ആ ദിവസം പോയ സമയത്ത് ആദ്യമായിട്ട് മെഡിക്കൽ കോളേജിൽ ബോഡി വന്നില്ലെന്ന് പറയുന്നത്. ജൂനിയേഴ്സാണ്. അപ്പൊ നിങ്ങൾ പോയ സമയത്ത് ബോഡി ഉണ്ടായിരുന്നോ? പോയിട്ടില്ല. എന്താ പോയിട്ട് അപ്പൊ നിങ്ങൾക്ക് ഫീൽഡ് പോയി കഴിഞ്ഞാൽ ഇഷ്ടംപോലെ അവസരം കിട്ടും. 174 സിസ്റ്റം പോലെ ഡെയിലി തന്നെ കേരളത്തിൽ ആ കൂടി മോട്ടോർ കേസ് നോക്കിയാൽ 320 മോട്ടോർ കേസുണ്ട്. പക്ഷേ ഈ സൂയിസൈഡ് കേസ് 8000 കൂടുതലുണ്ട്. അൺഐഡന്റിഫൈഡ് ആയിട്ടുള്ള ഡെത്ത് കേസ് 10000 ഉണ്ട്. 16 കേസുണ്ട്. അപ്പൊ ഡെയിലി തന്നെ നിങ്ങൾ ആക്ച്വലി ഈ പറയുന്ന പോസ്റ്റ്മോർട്ടം കാണാറുണ്ട്. ഫീൽഡിൽ പോകുന്ന തീർച്ചയായും ഇഷ്ടംപോലെ അവസരം ഉണ്ടാവും. കുഴപ്പമൊന്നുമില്ല. എന്തായാലും നമുക്ക് പോസ്റ്റ്മോർട്ടം നമുക്ക് തീർച്ചയായും സംഘടിപ്പിക്കാൻ എന്താണ് സംഭവിച്ചെന്നറിയില്ല. അപ്പൊ നിങ്ങളുടെ ഈ കോഴ്സ് കോർഡിനേറ്റർ ആയതല്ലേ നമ്മുടെ അടുത്ത വർഷം നോക്കാം. എവിടെ നോക്കിയില്ലേ പോസ്റ്റ്മോർട്ടം സിലബസ് നിങ്ങളുടെ കോഴ്സ് കോർഡിനേറ്റർ ഇപ്പൊ ശബരിമല നിൽക്കുക. അതാണ് പ്രശ്നം പറ്റി പോയിട്ടുണ്ട്. 5-6 മാസമായിട്ട് അതൊരു ചെറിയ പാലിച്ചുണ്ട്. ഏതായാലും പോസ്റ്റ്മോർട്ടം തീർച്ചയായും നല്ലൊരു സജഷനാണ്. അത് ക്ലാസ് നടത്താം. അതുപോലെ തന്നെ പുള്ളിക്കാരെ പറഞ്ഞ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ മെന്റൽ ഹെൽത്തുമായിട്ടുള്ള ക്ലാസ്സുകൾ അതിന് ആക്ച്വലി ഇപ്പൊ നമ്മൾ കോഴ്സ് രൂപത്തിൽ ആയിക്കൊണ്ടിരിക്കുക. റെസിലിയൻസ് ട്രെയിനിങ് എന്ന് പറഞ്ഞിട്ട് പ്രത്യേകിച്ച് അവരെ കോഴ്സ് കോർഡിനേഷൻ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ IG സതീഷ് ബിനോ സാറിന്റെ ഒരു കോഴ്സ് ഉണ്ട്. അപ്പൊ അദ്ദേഹം വിദേശത്ത് US പോയി പഠിച്ചു വന്ന ഒരു കോഴ്സാണ്. ആ കോഴ്സിൽ നമ്മൾ അടുത്ത ഈ വർഷം തൊട്ട് ഒരു പാർട്ടായിട്ട് മാറ്റുന്നു. അപ്പൊ റെസിലിയൻസ് ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ നമുക്ക് ഈ മാനസികമായിട്ട് പ്രയാസം ഉണ്ടാകുന്ന സമയത്ത് എങ്ങനെയാണ് മറികടക്കാൻ പറ്റുന്നത്, അതുമായിട്ടുള്ള ബന്ധപ്പെട്ട ട്രെയിനിങ് ആണ് ഉദ്ദേശിച്ചത്. നല്ലൊരു ഫീഡ്ബാക്ക് തന്നെയാണ് പറഞ്ഞത്. തീർച്ചയായും ഉൾപ്പെടുത്താം. അതുപോലെ തന്നെ നമുക്ക് ഈ സ്വിമ്മിംഗ് ക്ലാസ് ഒക്കെ നോക്കി കഴിഞ്ഞാൽ പരമാവധി നമ്മൾ സ്വിമ്മിംഗ് ക്ലാസ് കൊടുക്കുന്നുണ്ട്. പക്ഷേ അതിന് ചിലർ എത്ര പേര് ഇവിടെ വന്ന് സ്വിമ്മിംഗ് പഠിച്ചു പാസ്സായി? മെജോറിറ്റി ഇവിടെ സ്വിമ്മിംഗ് പഠിച്ചു എല്ലാം പാസ്സായില്ലേ? എത്ര പേര് പാസ്സായില്ല? വെരി ഗുഡ്. അപ്പോ നല്ലൊരു ശതമാനം പാസ്സായിട്ടുണ്ട്. ധന്യ പാസ്സായ ഇല്ലേ? ആ വിഷമത്തായിരുന്നു പറയുന്നത്. അപ്പൊ നിങ്ങൾ കൂടുതൽ ഭൂരിപക്ഷം പാസ്സായിട്ടുണ്ടല്ലോ. അപ്പൊ കുഴപ്പമൊന്നുമില്ല. ഞാൻ വർഷം പാസ്സാകാം. ഏതായാലും 50 മിനിറ്റ് കിടന്നിട്ട് നമുക്ക് കടക്കണം. മനസ്സിലായില്ലേ? വലിയ പ്രയാസമൊന്നുമില്ല. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. അതിനോട് അവസരങ്ങൾ കൊടുക്കാം. ഇത് ഏത് ഡിസ്ട്രിക്റ്റാണ് പോകുന്നത്? കണ്ണൂർ. കണ്ണൂരിൽ ഇഷ്ടംപോലെ അവസരം കിട്ടും. അവിടെ നല്ല സ്വിമ്മിംഗ് പൂളൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ ഇവിടെ തന്നെ പഠിക്കാം. ഒരു കുഴപ്പമൊന്നുമില്ല. ഇതൊരു സ്വിമ്മിങ് നമുക്ക് അത് പൂർത്തിയാക്കി പോയാൽ നല്ലതാണ്. നാളെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ സർവൈവൽ സ്കില്ലല്ലേ തീർച്ചയായും വേണ്ടതാണ്. സാധാരണ മറ്റു രാജ്യങ്ങളിൽ നോക്കിയാൽ പോലീസിന്റെ സെലക്ഷന്റെ പ്രധാനപ്പെട്ട ഒരു ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടാകണം, പിന്നെ സ്വിമ്മിംഗ് പൂർത്തിയാക്കണം. അങ്ങോട്ട് മാത്രമേ അപ്ലൈ പറയുള്ളൂ. അപ്പൊ നമുക്കിത് കേരളത്തിൽ എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഈ ഡ്രൈവിംഗ് ക്ലാസ്സും സ്വിമ്മിങ് നമ്മൾ ഇവിടെ ഒന്ന് പഠിപ്പിക്കുന്നു. സാധാരണ വിദേശത്തൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ആ ബേസിക് ക്വാളിഫിക്കേഷൻ തന്നെ നിർബന്ധമായി ഒരു ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടാവണം. ടാക്ടിക്കൽ ഡ്രൈവർ ആയിരിക്കണം. അത് കഴിഞ്ഞിട്ട് സ്വിമ്മിങ് നിങ്ങൾ പാസ്സാകണം. പാസ്സാകാൻ മാത്രമേ പോലീസിന്റെ ഫിസിക്കൽ ടെസ്റ്റ് പാസ്സാകാൻ സാധിക്കുന്നത്. നമുക്ക് ഈ രണ്ട് ഫിസിക്കൽ ടെസ്റ്റ് പാറ്റില്ല.
ശരി. അപ്പൊ ഏതായാലും ഇവിടെ നിന്ന് പഠിക്കാൻ പറ്റും, കുഴപ്പമില്ല. നല്ലൊരു ശതമാനം ആൾക്കാരെ പാസ്സായിട്ടുണ്ട്. തീർച്ചയായും തന്നെയും കൊണ്ട് സാധിക്കും. അതുപോലെ തന്നെ ഈ ബാച്ചിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞാൻ ചോദിച്ചപ്പോൾ ഒരാൾ പോലും പാസ് ഔട്ട് ആയിട്ടില്ലെന്ന് പറയുന്നു. അതെല്ലാം അവരും കണ്ട് ഇനിയും നിങ്ങളുടെ ഫീൽഡിൽ പോയി കഴിഞ്ഞാൽ തീർച്ചയായും നല്ല രീതിക്ക് പെർഫോമൻസ് ഉണ്ടാവും. പിന്നെ ഈ പറഞ്ഞ പോലെ ഈ ശില്പ പറഞ്ഞ കാര്യങ്ങൾ നോക്കി കഴിഞ്ഞാൽ ഈ ട്രെയിനിങ് ഇനി അടുത്ത ഇത് ഇപ്പോൾ ഉള്ള ബറ്റാലിയൻ ട്രെയിനിങ് ഒരു അബദ്ധത്തിലാണ് പോയതാണ്. ഇനി ഞാൻ DGP സംസാരിച്ച സമയത്ത് DGP അറിഞ്ഞിട്ടില്ല അവിടെ ബറ്റാലിയൻ ട്രെയിൻ നടക്കുന്നത്. അതെങ്ങനെയോ ഒരു അബദ്ധത്തിൽ അവിടെ ആദ്യം ഒരു തുടങ്ങിപ്പോയി. നമ്മൾ പിന്നീട് മനസ്സിലാക്കുന്നത് ട്രെയിനിങ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അത് അവസാനമായിട്ട് ഈ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ട്രെയിനിങ് അവിടെ ആയിരിക്കും. ഇനി എല്ലാ ട്രെയിനിങ് ഇവിടെ ആയിരിക്കും നമുക്ക് ഏർപ്പെടുന്നത്. ഇനി അതുപോലെ തന്നെ എല്ലാ സ്റ്റാഫിനും പ്രത്യേകിച്ച് വളരെ മനോഹരമായിട്ട് നിങ്ങളുടെ ഈ ഇതൊക്കെ കോർഡിനേറ്റ് ചെയ്ത മൊയ്തീൻകുട്ടിയിലും അതുപോലെ തന്നെ നമ്മുടെ അജിത് കുമാറിനെയും നിങ്ങളുടെ ഡ്രൈവിംഗ് ക്ലാസ് ഒക്കെ സംഘടിപ്പിച്ചെല്ലാം ചെയ്തു. അതുപോലെ തന്നെ നിങ്ങളുടെ മറ്റേ ക്ലാസ് ഒക്കെ എടുത്ത നമ്മുടെ ആരിഫ്, മറ്റേ ഷാജി ജോസ്, മറ്റേ ഹരിക്കുട്ടൻ, എല്ലാവരും രാംദാസ്, HOD ലക്ഷ്മിസ്, എല്ലാവരെയും അഭിനന്ദിച്ചുകൊണ്ട് വാക്കിച്ചു കൊടുക്കാൻ. Thank you for your supportive words. We will now have the felicitations from our distinguished guests. May I first invite PA Muhammad Arif IPS, Assistant Director Police Science, for the felicitation. എല്ലാവർക്കും നമസ്കാരം. വേദി അലങ്കരിക്കുന്ന അധ്യക്ഷൻ AD ട്രെയിനിങ് ശ്രീ KK മൊയ്തീൻകുട്ടി, ഈ യോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സർട്ടിഫിക്കറ്റ് വിതരണവും മെഡൽ വിതരണവും നിർവഹിച്ച നമ്മുടെ പ്രിയ ഡയറക്ടർ, കേരള പോലീസ് അക്കാദമി ഇൻസ്പെക്ടർ IGP ശ്രീ K. സേതുരാമൻ IPS അവർക്ക്, വേദിയിൽ ഉപവിഷ്ടരായ എൻ്റെ സഹപ്രവർത്തകരായ എഡിമാരെ, KPയിലെ എൻ്റെ സഹപ്രവർത്തകരെ, എല്ലാറ്റിനും ഉപരി ഇന്നത്തെ വിശിഷ്ടാതിഥികളായിട്ടുള്ള സർവീസിൻ്റെ കർമ്മപഥത്തിലേക്ക് കാലെടുത്ത് വെച്ച് മുമ്പോട്ട് പോകുന്ന എൻ്റെ പ്രിയ 20th B batch CPOs. ഇവിടെ നിങ്ങളുടെ ഫീഡ്ബാക്ക് കിട്ടുമ്പോൾ വളരെ സന്തോഷം തോന്നി. പക്ഷെ എല്ലാവരും തന്നെ പ്രത്യേകിച്ച് പ്രാധാന്യം കൊടുത്ത് പറഞ്ഞത് ഒരു പോലീസിലേക്ക് വരുന്നതിൻ്റെ ഒരു വിഫലതയോടെ ഈ അക്കാഡമിയിലേക്ക് വന്ന നിങ്ങൾ ഇപ്പോൾ പോലീസിന്റെ ഏതൊരു ചുമതലയും ഏറ്റെടുത്ത് പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു കോൺഫിഡൻസോട് കൂടിയുള്ള പോലീസ് ഉദ്യോഗസ്ഥരായി മാറി എന്ന് സ്വയം ആത്മവിശ്വാസത്തോടുകൂടി പറയാൻ കഴിയുന്ന എന്ന് കാണുന്നത് വളരെയേറെ സന്തോഷമുണ്ട്. നിങ്ങൾക്കറിയാം, ജീവിതത്തിന്റെ പോലീസിലേക്ക് വരുന്ന കാലഘട്ടം വരെ നിങ്ങളുടെ ഏതൊരു പ്രവർത്തനത്തിലും നിങ്ങളുടെ മാതാപിതാക്കൾ അല്ലെങ്കിൽ സഹോദരങ്ങൾ, നിങ്ങളുടെ വെൽവിഷേഴ്സ് എല്ലാവരും നിങ്ങളുടെ ഒപ്പത്തിനൊപ്പം ഉണ്ടായിരുന്ന ഒരുപാട് കാര്യങ്ങൾ നിങ്ങളെ സഹായിച്ചിരുന്നു. പക്ഷേ അക്കാഡമിയിലേക്ക് വന്നതോടുകൂടി ആദ്യത്തെ ദിവസങ്ങളിൽ നിങ്ങൾക്ക് വളരെയേറെ ഒറ്റപ്പെടലുകൾ അനുഭവിച്ചിട്ടുണ്ടാവും. പക്ഷേ ആ ഒറ്റപ്പെടൽ തന്നെയാണ് നിങ്ങളെ ഇന്ന് സ്വയം പര്യാപ്തതയിലേക്കും ആ ആത്മവിശ്വാസത്തിലേക്ക് എത്തിച്ചിട്ടുള്ളത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. സ്വയം നിന്ന്, സ്വയം സഹായിച്ച്, സ്വയം കെട്ടിപ്പടുത്തുണ്ടാക്കിയാണ് നിങ്ങൾ ഇൻഡിവിജ്വലായിട്ട് നിങ്ങളെ കെട്ടിപ്പടുത്ത് തയ്യാറാക്കി. ഇനി നിങ്ങൾക്ക്, നമ്മൾ സാധാരണ പറയാറുണ്ട്, നമുക്ക് നമ്മളുടെ ചുറ്റുപാടുകളെ ചേഞ്ച് ചെയ്യാൻ പറ്റില്ല, നമ്മൾക്ക് നമ്മളെ മാത്രമേ ചേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മളുടെ ടാസ്കിനനുസരിച്ച് നമ്മൾ നമ്മളെ തന്നെ ചേഞ്ച് ചെയ്യും. ഇനി നിങ്ങളുടെ ടാസ്ക് നിങ്ങളുടെ കുടുംബം, സ്വയം വ്യക്തി കഴിഞ്ഞാൽ കുടുംബമാണ്. കുടുംബത്തെ ഇതിനനുസരിച്ച് മോൾഡ് ചെയ്യേണ്ടതുണ്ട്. കോൺക്രീറ്റ് സെറ്റ് ആവുന്നതിന് മുമ്പ് എങ്ങനെ മോൾഡ് ചെയ്യുന്നു അതനുസരിച്ചായിരിക്കും അതിൻ്റെ ലൈഫ് പീരീഡ് മുഴുവൻ നിലനിൽക്കുക. പലപ്പോഴും ഈ സർവീസിലേക്ക് കാലെടുക്കുമ്പോൾ തന്നെ നിങ്ങൾ ഇതിന് പെർമിഷൻ കിട്ടാൻ തന്നെ, ഞാൻ കുട്ടി വളരെ അഭിപ്രായം കേട്ടിട്ടുള്ളതുകൊണ്ട് പറയുകയാണ്, നിങ്ങളുടെ കുട്ടികൾ പകുതിയോളം പേര് വിവാഹം കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതുകൊണ്ട് പറയുകയാണ്, നിങ്ങളുടെ മാതാപിതാക്കളോടും അമ്മായിപ്പന്മാരോടും ഭർത്താവിനോടും കുട്ടികളോടും ഒക്കെ പറഞ്ഞിട്ടുണ്ടാവും, ഞാൻ ഈ സർവീസിലേക്ക് പോയാലും അതൊരു വിധത്തിലും എൻ്റെ വ്യക്തിജീവിതത്തിലും നിങ്ങൾക്കുള്ള സൗകര്യങ്ങളെ ബാധിക്കില്ല എന്നുള്ളതാണ്. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, മറ്റ് ഉള്ളവരെ അപേക്ഷിച്ച് നിങ്ങൾക്കൊരു വലിയൊരു സൗഭാഗ്യം കിട്ടിയിരിക്കുകയാണ്. 2 കുടുംബം ഒരുമിച്ച്, അതും നിങ്ങളുടെ സ്വകാര്യ കുടുംബത്തെ എന്നെക്കാൾ വലുതായ
10,60,000 പേര് ഉൾക്കൊണ്ട പോലീസ് സേന എന്നൊരു മഹാകുടുംബത്തിലേക്ക് നിങ്ങൾ കാലെടുത്ത് വച്ചിരിക്കുകയാണ്. ഈ കുടുംബം നിങ്ങൾക്ക് കിട്ടുമ്പോൾ നിങ്ങൾക്ക് ചിലത് നഷ്ടപ്പെട്ടേ മതിയാവും. കുച്ചു പാനാത്തോ കുച്ചു പോനാഹെ, കുറച്ച് നേടണമെങ്കിൽ കുറച്ച് നഷ്ടപ്പെട്ടേ മതിയാവും. ആ നഷ്ടപ്പെടൽ നിങ്ങളുടെ ഔദ്യോഗിക സ്വകാര്യ ജീവിതത്തെ അഫക്റ്റ് ചെയ്യാതിരിക്കണമെങ്കിൽ നിങ്ങളുടെ കുട്ടികളെ നിങ്ങളുടെ ഫാമിലിയെ അതിനനുസരിച്ച് ട്യൂൺ ചെയ്തേ മതിയാവും. നിങ്ങളുടെ കുട്ടികൾക്കുള്ള പഠിപ്പിക്കണം. 9 മണി വരെ കിടന്നുറങ്ങിയിട്ട് വന്നാൽ നിങ്ങൾക്ക് ചൂടുള്ള ഭക്ഷണം ബ്രേക്ക്ഫാസ്റ്റ് കിട്ടില്ല. അത് വേണമെങ്കിൽ ഞാൻ എണീക്കുന്നതോടൊപ്പം തന്നെ എണീറ്റ് നിങ്ങൾ ഒപ്പം ഭർത്താക്കന്മാരോടും ഒപ്പം വന്നാൽ മാത്രമേ ചൂടുള്ള ബ്രേക്ക്ഫാസ്റ്റ് കിട്ടുള്ളൂ. അല്ലാതെ 8 മണിക്ക് ശേഷം വന്നാൽ 8 മണിക്ക് നമുക്ക് ഇവിടെ അല്ലേ 8 മണിക്ക് പോലീസ് സ്റ്റേഷനിൽ നമുക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. നമ്മുടെ ഡ്യൂട്ടികളൊക്കെ ഉണ്ടാവും. അത് പലപ്പോഴും രാവും പകലും നീളുന്നതായിരിക്കും. അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്താൽ മാത്രമേ ഈ സർവീസ് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അതിന് അവർക്കുണ്ടാവുന്ന നേട്ടങ്ങൾ പുതിയ നല്ല സ്കൂളുകൾക്കും നല്ല ഭക്ഷണവും നല്ല ജീവിത സാഹചര്യവും നല്ല ഡ്രസ്സുകളും എല്ലാം അവർക്ക് നിങ്ങൾ പകരം നൽകുന്നുണ്ട്. അപ്പൊ അത് കിട്ടണമെങ്കിൽ അല്പം അവർ ഇതിന് അഡ്ജസ്റ്റ് ചെയ്തേ മതിയാവും. പിന്നെ ഇവിടെ പ്രൊഫഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളെ ഇമ്മീഡിയറ്റ് ആയിട്ട് ഏത് ചുമതലയാണോ ഏറ്റെടുക്കേണ്ടത് അതിനായി തയ്യാറാക്കുക എന്നുള്ളതായിരുന്നു കെപയുടെ പ്രധാന കർത്തവ്യം. മറ്റൊട്ട് വളരെ സ്കില്ലുകൾ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫഷണൽ പിന്നീട് ലഭ്യമാകാൻ ഇഷ്ടംപോലെ സാധ്യതയുണ്ട്. നിങ്ങൾക്ക് പോസ്റ്റ്മോർട്ടം ട്രെയിനിങ് എല്ലാം നൽകണമെങ്കിൽ അതിനെപ്പറ്റി പോസ്റ്റ്മോർട്ടം ഡേ അവിടെ കിട്ടണമെങ്കിൽ പലപ്പോഴും കാത്തു നിൽക്കേണ്ടി വരും. അതിനുവേണ്ടി ദിവസങ്ങളോളം ഒരു 10-20 ദിവസമെങ്കിലും ഈ ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ചെലവഴിക്കേണ്ടി വരാണ്. അപ്പോൾ അത് ഒരു ലിമിറ്റഡ് ആൾക്കാരെ മാത്രമേ ഈ പോസ്റ്റ്മോർട്ടം റൂമിൽ നിർത്താൻ കഴിയുള്ളൂ. അപ്പോൾ അതെല്ലാം ചെയ്യണമെങ്കിൽ വളരെ ദിവസങ്ങൾ അതിന് വേണ്ടി സ്പെയർ ചെയ്യേണ്ടി വരും. അത് നിങ്ങളുടെ ഇപ്പോൾ ഷെഡ്യൂളിലുള്ള മറ്റു പല ട്രെയിനിങ്ങുകളെ ബാധിക്കും. മാത്രമല്ല അത് മറ്റു പല സ്വകാര്യതയും ബാധിക്കുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടംപോലെ സൗകര്യം, പ്രത്യേകിച്ച് വനിതകൾ എന്നുള്ള ഇറങ്ങുമ്പോൾ വനിതകളുടെ ബോഡി കൊണ്ടുപോകാൻ നിങ്ങളെ തന്നെയായിരിക്കും ചുമതലപ്പെടുത്തുക. അപ്പോൾ നിങ്ങൾക്ക് അതിൽ കയറി കാണണം, അത് കാര്യങ്ങൾ മനസ്സിലാക്കണം, എന്തെല്ലാം കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നു അത് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറെ അറിയിക്കണം. അതെല്ലാം നിങ്ങൾ സ്വായത്തമാക്കേണ്ടതുണ്ട്. പിന്നെ ഈ പറയുന്ന പഠനം നിങ്ങൾ പലരും പറഞ്ഞു ഞങ്ങൾ 26 വയസ്സ് 28 വയസ്സൊക്കെ ആയിരുന്നു. പക്ഷേ ഒന്നാലോചിക്കുന്നത് വളരെയേറെ ചെറുപ്പമാണ് ഞങ്ങളുടെ മുൻ പരിചയം വെച്ച് നോക്കുകയാണെങ്കിൽ. പ്രത്യേകിച്ച് പുരുഷന്മാരായിട്ടുള്ള ട്രെയിനീസ് വരുമ്പോൾ ഞങ്ങളുടെ ബാച്ചിൽ തന്നെ 43 വയസ്സുള്ള ആൾ വരെ ഉണ്ടായിരുന്നു. അപ്പൊ അവർക്ക് 1 കിലോമീറ്റർ ഓടിയാൽ തന്നെ കാലിന്റെ മുട്ടുവേദനയും മറ്റൊക്കെ ആയിട്ടിരിക്കേണ്ടി വരും. അപ്പൊ അവരെയൊക്കെ അപേക്ഷിച്ച് നിങ്ങൾക്ക് ഇതിന് ട്യൂൺ ചെയ്യാവുന്ന പ്രായത്തിൽ തന്നെയാണ്. ആ ഒരു സൗഭാഗ്യം നിങ്ങൾ ഉപയോഗിക്കാം. മറ്റു കഴിഞ്ഞ നിങ്ങൾക്ക് അറിയാത്തതുകൊണ്ടായിരിക്കാം ഇങ്ങനെ പറയുന്നത്. അപ്പോ ഇനിയും പ്രായമൊന്നും കഴിഞ്ഞിട്ടില്ല, എല്ലാ ട്രെയിനിങ്ങുകളും ചെയ്യണം. മാത്രമല്ല നിങ്ങളുടെ ഈ ചെറുപ്രായം നിങ്ങൾ വലിയൊരു സർവീസാണ് മുമ്പിൽ കിട്ടിയിരിക്കുന്നത്. ഇപ്പൊ തന്നെ വേണമെങ്കിൽ സിവിൽ സർവീസോ മറ്റു പോലെയുള്ള അല്ലെങ്കിൽ SIO ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്ത് അതിന് വേണ്ടി ട്രെയിൻ ചെയ്ത് പോകാവുന്നതാണ്. മാത്രമല്ല നിങ്ങൾ സ്വാഭാവികമായിട്ട് തന്നെ SIO CIO അതിലപ്പുറമോ ആവാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഇപ്പൊ കാണുന്നത് അക്കാഡമിക് ആയിട്ട് കൂടുതൽ എക്സൽ ചെയ്യുന്നത് വനിതകളാണ്. അപ്പോ ഏതുതരം ടെസ്റ്റുകൾ വന്നാലും അതിലൊക്കെ നിങ്ങൾ ക്വാളിഫൈ ചെയ്യാനിടയുണ്ട്. ഞങ്ങൾ സർവീസിൽ വരുമ്പോൾ ഒരു DVSPക്ക് അപ്പുറം പോകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നില്ല. ഇപ്പൊ DVSPയും കഴിഞ്ഞ് SPയും കഴിഞ്ഞ് IPS ഇതിലെത്തിയിരിക്കുകയാണ്. അതിനേക്കാൾ ഡബിളായിരിക്കും നിങ്ങൾക്കുള്ള പ്രൊമോഷൻ സാധ്യതകൾ. പുരുഷന്മാർക്ക് ഒരുപക്ഷെ സാധ്യതകൾ അല്പം കുറയാൻ ചാൻസ് ഉണ്ട്. കാരണം എന്തെന്ന് വെച്ചാൽ ഇപ്പോൾ ഓൾ ഇന്ത്യ തലത്തിൽ തന്നെ വനിതകളുടെ പ്രാതിനിധ്യം മിനിമം 15% ആക്കണമെന്നുള്ള നിലയ്ക്ക് കൂടുതൽ വനിതകൾ റിക്രൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഇപ്പോഴും 10% വരെ എത്തിക്കാൻ നമുക്ക് കഴിഞ്ഞില്ല. ഇനിയും വനിതകൾ കൂടുതൽ ഫോഴ്സിലേക്ക് വരുമ്പോൾ നിങ്ങൾ ആദ്യം കയറിയവർക്ക് പ്രൊമോഷൻ സാധ്യതയും കൂടുകയാണ്. അപ്പൊ അത് ലക്ഷ്യം വെച്ചുള്ള ഒരു സൂപ്പർവൈസറി സ്കില്ലും ഇൻവെസ്റ്റിഗേഷൻ സ്കില്ലും ഇപ്പോ CPOs ആയിട്ടുള്ളതിൽ നിങ്ങൾ കണ്ടന്റ് ആയിട്ട് നിൽക്കാതെ അതിലപ്പുറത്തേക്കുള്ള സ്കിൽസ് സ്വായത്തമാക്കാനുള്ള അതിനുള്ള വളരെ അവസരങ്ങൾ ഇപ്പോൾ ഈ യൂട്യൂബായിട്ടും മറ്റുമൊക്കെ ആയിട്ടുണ്ട്. അത് ഉപകാരപ്പെടുത്തി നിങ്ങൾ ട്രെയിൻ ചെയ്യണം. ഞാൻ അധികം പറയുന്നില്ല. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ ചേർക്കുന്നു. നന്ദി, നമസ്കാരം. Thank you, sir, for your words of motivation. May I now invite Shri Ajit Kumar CP, Assistant Director Outdoor, for the presentation. ഇന്നത്തെ ഈ യോഗത്തിന്റെ അധ്യക്ഷൻ അസിസ്റ്റന്റ് ഡയറക്ടർ ട്രെയിനിങ് ഉദയൻകുട്ടി സർ IPS ഇന്നത്തെ ഈ യോഗം ഉദ്ഘാടനം ചെയ്ത് സർട്ടിഫിക്കറ്റുകളും മെഡലുകളും ഇതൊക്കെ നടത്തി നല്ല ഒരു
സ്പീച്ച് കാഴ്ചവെച്ച നമ്മുടെ പ്രിയപ്പെട്ട ഡയറക്ടർ ശ്രീ സീതാരാമൻ സാർ IPS, പ്രോഗ്രാമിന് വേണ്ടിയിട്ട് സ്വാഗതം ആശംസിച്ച ഷാജോസ്, ഫീഡ്ബാക്ക് നടത്തിയ നമ്മുടെ പ്രിയപ്പെട്ട സേനാംഗങ്ങൾ, ആശംസ അർപ്പിച്ച അസിസ്റ്റന്റ് ഡയറക്ടർ പോലീസ് സയൻസ് ശ്രീ മുഹമ്മദ് ആരിഫ് സാർ IPS, ആശംസ അർപ്പിക്കാനുള്ള നജീബ് ഷാന്തിരി മേഡം, നമ്മുടെ T2 കമ്പനി കമാൻഡർ അജിത്ത്, മറ്റുള്ള നമ്മുടെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ. അപ്പോൾ നിങ്ങളുടെ ഗ്രാജുവേഷൻ സെറിമണിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പാസിംഗ് ഔട്ട് ഓൾറെഡി കഴിഞ്ഞു. നിങ്ങളുടെ പാസിംഗ് ഔട്ട് ഇവിടെ വെച്ചാക്കണമെന്നായിരുന്നു നമ്മുടെ ആഗ്രഹം. പക്ഷേ ചില ടെക്നിക്കൽ കാരണങ്ങൾ കാരണം അങ്ങോട്ട് പോയി. അപ്പോൾ നിങ്ങളുടെ ഓരോ കാര്യങ്ങൾ നമ്മൾ അറിയുന്നുണ്ട്. അവിടെയൊക്കെ സംഭവിക്കുന്ന കാര്യങ്ങളും അവിടെ ഇടയ്ക്ക് ഡ്യൂട്ടിക്ക് പോകുന്നു, പിന്നെ 10 മണിക്ക് ശേഷമുള്ള പരേഡും പിന്നെയുള്ള അങ്ങനെയുള്ള ഓരോ പ്രശ്നങ്ങളൊക്കെ നമ്മൾ അറിയുന്നുണ്ട്. അതൊന്നും ഇവിടെ ആണെങ്കിൽ അങ്ങനെ ഉണ്ടാവില്ലെന്ന് ഞാൻ വിചാരിക്കുന്നത്. 10 മണിക്ക് ശേഷം പരേഡൊന്നും അങ്ങനെ ഇവിടെ അങ്ങനെ ചെയ്യാറില്ല. ഇതിനിടയ്ക്ക് നമ്മുടെ പാസിംഗ് ഔട്ടല്ല, അതിന് നല്ല ടൈം ഉണ്ട്. കഴിഞ്ഞ നിങ്ങൾക്ക് അറിയാം, കാരണം 20 എയർ ബാച്ചിന് ആകെ കുറച്ച് സമയം നമുക്ക് കിട്ടില്ലായിരുന്നു. പക്ഷേ അതിന്റെ ഇടയ്ക്ക് തന്നെ അവരുടെ പാസിംഗ് ഔട്ടൊക്കെ നമുക്ക് നല്ല രീതിയിൽ കാഴ്ചക്കാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ആണെങ്കിൽ രണ്ടാഴ്ചയല്ല പിന്നെ കടന്നു പോയിട്ടുണ്ട്. ആ ടൈം ഉണ്ടായിരുന്നു. ആ ടൈം തന്നെ മതിയായിരുന്നു നമുക്ക് ഇവിടെ നല്ല രീതിയിൽ പാസിംഗ് ഔട്ട് കാഴ്ചയ്ക്കാൻ വേണ്ടിയിട്ട്. കുഴപ്പമില്ലെങ്കിലും അവിടെ നിങ്ങൾ നന്നായി ചെയ്തു എന്ന് എനിക്ക് അറിയാൻ സാധിച്ചു. ഒരു വലിയൊരു ബാച്ചിന്റെ കൂടെ കണ്ടിഞ്ചന്റ് മാർച്ച് കയറ്റാണ് അവിടെ പാസിംഗ് ഔട്ട് നടത്തപ്പെട്ടത്. എന്തായാലും നല്ല അഭിപ്രായമായിരുന്നു പാസിംഗ് ഔട്ടിന്. അപ്പൊ അതെന്തായാലും നടന്നതെന്തായാലും നന്നായി. അതിനുശേഷം ആണ് നമ്മളിവിടെ ഗ്രാജുവേഷൻ സെറിമണിയുടെ ആ ഡേറ്റ് തീരുമാനിക്കുന്നത്. എന്തായാലും നിങ്ങൾ ഇനി 30 കൊല്ലം വരെ അതിലേക്ക് കൂടുതൽ സർവീസിലേക്ക്, പോലീസ് സർവീസിലേക്ക് കടന്നു പോകാനായിട്ട് പോവുകയാണ്. അപ്പൊ വളരെയധികം നല്ല ഉത്തരവാദിത്വങ്ങളൊക്കെ നിങ്ങൾക്ക് അവിടെ നിർവഹിക്കാനുണ്ട്. നിങ്ങൾ എങ്ങനെയൊക്കെ ഡ്യൂട്ടി ചെയ്യണം എന്നുള്ളത് നമുക്കറിയാം. ഇൻഡോർ ക്ലാസ് ആയിട്ട് നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കും. ആ കേരള പോലീസ് ആക്ട് സെക്ഷൻ 3 തന്നെ വ്യക്തമായി തന്നെ പറയുന്നുണ്ട് എങ്ങനെയാണ് നിങ്ങൾ ഡ്യൂട്ടി ചെയ്യുന്നതെന്നുള്ളത്. നമ്മുടെ ഭാരതത്തിന്റെ ഭരണഘടനയ്ക്കും അതിന് കീഴിൽ നിർമ്മിച്ചിട്ടുള്ള നിയമങ്ങൾക്ക് വിധേയമായി തുടങ്ങിയിട്ടുള്ള അതിൽ ഭരണവ്യവസ്ഥയുടെ ഭാഗമായി ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്ന ഒരു സേവന വിഭാഗം എന്ന നിലയിൽ ക്രമസമാധാനം, രാഷ്ട്രത്തിന്റെ ജാഗ്രത, രാഷ്ട്ര സുരക്ഷ, മനുഷ്യാവകാശ സംരക്ഷണം എന്നിവ ഉറപ്പുവരുത്തി എന്നുള്ളത് തുടങ്ങിയിട്ട് വരുന്നതാണ്. നിയമപ്രകാരം എല്ലാ ആളുകൾക്കും ലഭ്യമാകുന്ന സ്വാതന്ത്ര്യങ്ങളും അവകാശങ്ങളും അനുഭവിക്കുന്നു എന്ന് ഉറപ്പുവരുത്താനാണ് നമ്മളോട് പറയുന്നത്. അപ്പൊ അങ്ങനെ വലിയൊരു ഡ്യൂട്ടി വരുന്നുണ്ട്. അതിന് പറഞ്ഞാൽ നമ്മൾ ഈ ഭരണഘടനയിൽ പറയുന്ന ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് നിങ്ങൾ കൃത്യമായ രീതിയിൽ മനസ്സിലാക്കേണ്ടതാണ്. അത് ജനങ്ങൾക്കിടയിലേക്ക് നിങ്ങൾ പകർത്തേണ്ട ആൾക്കാരാണ്. അതിൽ ആ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് നമ്പർ 1 വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്പർ 3 വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതേപോലെ തന്നെ നമ്പർ 4 എന്ന് പറയുന്നത് നമ്മുടെ എന്താണ് ഈ uphold and protect the sovereignty, unity and integrity of the nation വളരെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ അതേപോലെ 4ാമത്തെ വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഡിഫെൻഡ് ദ കൺട്രി. 5ാമത്തെ വളരെ ഇമ്പോർട്ടന്റ് ആണ്, നമ്മുടെ ബ്രദർഹുഡും ഒക്കെ കൃത്യമായി തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനുള്ള ഡ്യൂട്ടീസ്. അതുകൊണ്ട് ലേഡീസിന്റെ ആ ഡിഗ്നിറ്റി കൃത്യമായി കീപ്പ് ചെയ്യാനുള്ള ഡ്യൂട്ടീസ് അതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയ ഡ്യൂട്ടീസ് ആണ്. 8ാമത്തെ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എല്ലാ കാര്യങ്ങളും സയന്റിഫിക് ടെമ്പറോട് കൂടി തന്നെ ഡീൽ ചെയ്യാനുള്ള കപ്പാസിറ്റി നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അത് നിങ്ങൾ സമൂഹത്തിലേക്ക് പകർന്നു കൊടുക്കേണ്ടതാണ്. 9ാമത്തെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ പബ്ലിക് പ്രോപ്പർട്ടി പരമാവധി പ്രൊട്ടക്ട് ചെയ്യാനുള്ള ഒരു താല്പര്യം നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ജനങ്ങൾക്കും അത് നിങ്ങൾ പകർന്നു കൊടുക്കണം. 10ാമത്തെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്ത് ചെയ്യുക, പരമാവധി എക്സലൻസിലേക്ക് വേണ്ടി പോകാൻ വേണ്ടി നിങ്ങൾ എല്ലാ ആൾക്കാരും ശ്രമിച്ചിരിക്കണം. അപ്പൊ ആ കുറെ കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ പകർത്തണം, സമൂഹത്തിലേക്ക് പകർത്തേണ്ടതാണ്. അപ്പൊ അത് സംബന്ധമായിട്ട് നിങ്ങൾക്ക് നല്ലൊരു ട്രെയിനിങ് ആണ് നിങ്ങൾക്ക് ഈ 9 മാസം കൊണ്ട് ഇവിടുന്ന് ലഭ്യമാകുന്നത്. പരമാവധി നല്ല ലെവലിലുള്ള ട്രെയിനിങ് ആണ് നമ്മൾ ഔട്ട്ഡോർ ആണെങ്കിലും ഇൻഡോർ ആണെങ്കിലും ബാക്കി സ്ഥലങ്ങളിൽ നിന്നാണ് നൽകാനായി ശ്രമിക്കുന്നത്. ഈ ഔട്ട്ഡോർ ട്രെയിനിങ് ആണെങ്കിലും എന്ത് ആണെങ്കിലും ധാരാളം സോഫ്റ്റ് സ്കില്ലുകൾ, അതായത് നമ്മളറിയാം അങ്ങനെ നിങ്ങൾക്കറിയാം രാവിലെ ഒരു 4:30 മണിക്ക് അല്ലെങ്കിൽ 5 മണിക്ക് എഴുന്നേറ്റിട്ട് നല്ലൊരു ഷെഡ്യൂൾ നിങ്ങൾക്ക് അവിടെ കൊടുക്കുന്നത് നിങ്ങളെ പഠിപ്പിക്കുന്ന ഒരു 9 മാസത്തേക്ക്. ആ അവസ്ഥ ബാക്കി ഒരു ടീമിൽ ലഭ്യമാകുന്നില്ല. കാരണം നമുക്കറിയാം ഈ 9 മാസം കൊണ്ട് നിങ്ങൾക്ക് ഈ താല്പര്യമുണ്ടെങ്കിൽ ഈ ഷെഡ്യൂൾ മെയിൻറ്റെയിൻ ചെയ്ത് പോവുകയാണെങ്കിൽ ലൈഫിൽ വലിയൊരു ഉയർച്ച ഉണ്ടാവും. അതായത് ആ രാവിലെ എഴുന്നേറ്റുള്ള കാര്യങ്ങൾ ചെയ്യൽ, അതിന്റെ ഇടയ്ക്ക് കൃത്യമായ രീതിയിലുള്ള ആ ഒരു ഷെഡ്യൂള്, പിന്നെ ഭക്ഷണത്തിന്റെ രീതികൾ, അതിന്റെ കണക്കായ രാത്രിയുള്ള ഉറക്കം, അതിനുള്ള കൃത്യമായ റെസ്റ്റ്, ഒക്കെ നല്ലൊരു ഷെഡ്യൂളാണ്. അപ്പൊ അത് വെച്ച് നിങ്ങൾക്ക് മുന്നോട്ട് പോകണമെങ്കിൽ നല്ലൊരു സോഫ്റ്റ് സ്കില്ലായിട്ട് തന്നെ അത് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അതേപോലെ തന്നെ നമ്മൾ ഡിസിപ്ലിൻ കൃത്യമായ ലെവലിൽ പഠിപ്പിക്കുന്നുണ്ട്. അത് ഇന്റേണലായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോവുകയാണെങ്കിൽ, ഡിസിപ്ലിന്റെ കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താണ്, അതായത് നിലവിൽ ആ നിയമങ്ങൾ കൃത്യമായ ലെവലിൽ മനസ്സിലാക്കുക, അതിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യാനായിട്ട് പഠിക്കുക. മാത്രമല്ല സ്വയം നിയന്ത്രണം അവിടെ കൃത്യമായി പഠിക്കുക. അതുവഴി എന്ത് ചെയ്യുക, നല്ല പരമാവധി ഉയർച്ചയിലേക്ക് പോകാൻ വേണ്ടി നോക്കുക. അങ്ങനെയുള്ള ആ ഡിസിപ്ലിൻ കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായി തന്നെയുള്ള അനുസരണം, ബഹുമാനം, അതേപോലെ തന്നെ ആ പങ്ക്ച്വാലിറ്റി, നല്ല കൃത്യമായ ലെവലിലുള്ള ഡ്രസ് കോഡ്, വിജിലൻസ്, അതേപോലെ തന്നെ സത്യസന്ധമായ കാര്യങ്ങൾ ഡീൽ ചെയ്യാനുള്ള കപ്പാസിറ്റി ഒക്കെ നിങ്ങളെ കൃത്യമായിട്ട് ഒരു പഠിപ്പിക്കുന്നില്ല. അതും നിങ്ങൾക്ക് വലിയൊരു നല്ലൊരു സോഫ്റ്റ് സ്കില്ലായിട്ട് നിങ്ങൾക്ക് നിലനിൽക്കാൻ ഉള്ള ഒരു ഇതാണ്.
അപ്പൊ അങ്ങനെ കുറെ കാര്യങ്ങൾ പഠിച്ചു പിന്നെ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങളെ ഫിസിക്കൽ ഫിറ്റ്നസ്, മെന്റൽ ഫിറ്റ്നസ് ചെയ്യാൻ വേണ്ടിയുള്ള PT ആണെങ്കിലും, നിങ്ങളെ USC ആണെങ്കിലും, അതേപോലെ തന്നെ ലൈഫ് സ്കില്ലായിട്ടുള്ള സ്വിമ്മിങ് ആണെങ്കിലും, യോഗ ആണെങ്കിലും ഒക്കെ നല്ല ലെവലിൽ പഠിപ്പിക്കുന്നുണ്ട്. അതിന് പുറമെ നമ്മുടെ നിങ്ങളെ പോലീസിന്റെ എക്സ്പീരിയൻസ് ഡീകോപ്സ്, ആ ധീരമായ ചൂടൊക്കെ കാഴ്ചവെക്കാൻ പറ്റുന്ന പരേഡ് പഠിപ്പിക്കുന്നുണ്ട്. ഈ യുക്തിയായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നല്ല ലെവലിൽ പഠിപ്പിക്കുന്നുണ്ട്. വെപ്പണായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ഫയറിംഗ് നല്ല ലെവലിൽ തന്നെ ചെയ്ത ആൾക്കാരാണ് നിങ്ങൾ. അതിന് പുറമെ കൾച്ചർ പ്രോഗ്രാം നിങ്ങൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ 31st D ബാച്ചിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് 2 പേർക്കാണ് ആ കൾച്ചർ പ്രോഗ്രാം സെറ്റ് ചെയ്തിരുന്നത്. 31st D ബാച്ചിന്റെ കൂടത്തിൽ നിങ്ങളും കൂടി നിങ്ങളുടെ PT2 ആൻഡ് PT9 അവർക്ക് വേണ്ടിയിട്ട് കാര്യമായിട്ട് ആ കൾച്ചർ പ്രോഗ്രാം സെറ്റ് ചെയ്തിരുന്നത്. അപ്പൊ അത് നിങ്ങൾ പങ്കെടുത്തിട്ടുണ്ട്. നിങ്ങൾ അന്ന് ചാടി കളിച്ചതൊക്കെ ഞാൻ കണ്ടതാണ്. ഇപ്പൊ കൾച്ചർ പ്രോഗ്രാം പങ്കെടുത്തില്ല എന്ന് പറയുന്നത് നിങ്ങൾ തെറ്റായ കാര്യമാണ്. എന്താ പറയുക? ഒരു പ്രാവശ്യം കിട്ടിയുള്ളൂ. അതിനിടയ്ക്ക് നിങ്ങൾ കുറെ സമയം കുറെ ഡ്യൂട്ടിക്ക് ആയിട്ട് പോയി. നിങ്ങൾ നല്ലൊരു പീരീഡ്, അതായത് ന്യൂ ഇയർ സമയങ്ങളൊക്കെ അല്ലേ, ആ സമയങ്ങളുണ്ടായിരുന്ന ഡ്യൂട്ടിക്ക് ആയിട്ട് പോയി. ധാരാളം ഡ്യൂട്ടി വന്ന ബാച്ചായിരുന്നു നിങ്ങൾ. പിന്നെ മാത്രമല്ല നമ്മളുടെ ആ ബിഗ് പരേഡ് അക്കൗണ്ടായിട്ട് വേണ്ടി നല്ല സേവനം ചെയ്ത ആൾക്കാരാണ് നിങ്ങൾ. കാരണം ധാരാളം അവിടെ പുല്ല് നട്ട് പിടിപ്പിക്കാനൊക്കെ നല്ല ഹാർഡ് വർക്ക് ചെയ്ത ആൾക്കാരാണ് നിങ്ങൾ. നല്ലൊരു സേവനം തന്നെയായിരുന്നു. കാരണം നല്ലൊരു സുന്ദരമായിട്ടുള്ള ഒരു കാഴ്ചയൊക്കെ അവിടെ കാണാൻ പറ്റും. നല്ല പുൽമൈതാനം തന്നെയായിട്ട് മാറിയിട്ടുണ്ട്. നല്ല കാട് പിടിച്ചു വരുന്ന ഒരു മേഖലയായിരുന്നത്. നല്ലൊരു പുൽമൈതാനം മാറി അത് വലിയൊരു പങ്ക് വെച്ച ആൾക്കാരാണ് നിങ്ങൾ. അപ്പൊ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട്. ബാക്കി എല്ലാ തലങ്ങളിലും നിങ്ങൾ നല്ല ലെവലിൽ വർക്ക് ചെയ്ത ആൾക്കാരാണ്. അപ്പൊ നല്ല ഔട്ട്ഡോറിന്നാണെങ്കിലും ഇൻഡോറിന്നാണെങ്കിലും ധാരാളം സ്കില്ലുകൾ, സോഫ്റ്റ് സ്കില്ലായിട്ടാണെങ്കിലും നിങ്ങളുടെ നിയമത്തിന്റെ സ്കില്ലാണെങ്കിലും ഫിസിക്കലായി ബന്ധപ്പെട്ട കാര്യങ്ങളാണെങ്കിലും മെന്റൽ സ്കില്ലാണെങ്കിലും കുറെ നല്ല ഭാഗങ്ങൾ ട്രെയിനിങ് കിട്ടിയിട്ടുണ്ട്. അത് നിങ്ങൾ എന്ത് ചെയ്യുക, മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവുക. അതിന് ഏതെങ്കിലും ഒരു സ്കില്ലൊക്കെ എടുത്തുകൊണ്ട് എന്ത് ചെയ്യുക, ആ ഫിസിക്കൽ ഫിറ്റ്നസും മെന്റൽ ഫിറ്റ്നസും ഇമോഷണൽ സ്റ്റെബിലിറ്റി ഒക്കെ കൃത്യമായ ലെവലിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവുക. നല്ല ലെവലിൽ എന്ത് ചെയ്യുക, ഇതേപോലെ തന്നെ സമൂഹത്തിന് വേണ്ടി സർവീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ റെഡിയാവുക. അപ്പൊ നിങ്ങൾക്ക് ഈ തരത്തിലുള്ള ട്രെയിനിങ് ഒക്കെ നമുക്ക് നൽകാൻ സാധിച്ചത് നമ്മുടെ പ്രിയപ്പെട്ട കെപ്പ ഡയറക്ടറുടെ ആ ഒരു താല്പര്യം കൊണ്ട് മാത്രമാണ്. സാറുടെ ആ മോട്ടിവേഷൻ, സാറുടെ എൻഗേജ്മെന്റും സാറുടെ ആ ഡയറക്ഷനൊക്കെയാണ് ഇതിന് കാര്യമായിട്ട് പങ്കുവെച്ചത്. അതിന് പുറമെ ഉണ്ടായത് ബാക്കിയുള്ള ADമാരാണ്. നിങ്ങളുടെ ഈ പറയുന്ന DSPമാരാണെങ്കിലും അസിസ്റ്റന്റ് കമാൻഡർമാരാണെങ്കിലും ഈ CIമാരാണെങ്കിലും നിങ്ങളുടെ കമ്പനി കമാൻഡറാണെങ്കിലും ബാക്കി എല്ലാ ആൾക്കാരും ഇൻസ്പെക്ടർമാർ, SIമാര് ഒക്കെ ഇതിൽ കാര്യമായിട്ട് പങ്കുവെച്ച ആൾക്കാരാണ്. അവർക്കൊക്കെ പ്രത്യേകമായി ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ്. അത് മാത്രമല്ല ഇതിൽ കാര്യമായിട്ട് എല്ലാത്തിലും താല്പര്യത്തോടു കൂടി നിന്നുകൊണ്ട് നിങ്ങൾക്കറിയാം ലേഡീസിന്റെ കാര്യത്തിൽ നമുക്കറിയാം കുറച്ച് ബുദ്ധിമുട്ടാണ്. അവർക്ക് ഈ ട്രെയിനിങ്ങിലൊക്കെ പെട്ടെന്ന് വന്നിട്ട് അങ്ങോട്ട് മിങ്കിളാവാൻ വേണ്ടി. കാരണം അവരുടെ ആ ഫാമിലി ലൈഫ് ഉണ്ട്, ചിലർക്ക് ഹസ്ബൻഡ് ഉണ്ട്, കുട്ടികളുണ്ട്, വീട്ടിൽ പ്രശ്നങ്ങളുണ്ടാവും, അമ്മായിമാരുടെ പ്രശ്നങ്ങളുണ്ടാവും, അവരൊക്കെ എല്ലാം ഉണ്ടാവും. അതിന്റെ അടുത്തൊക്കെ വളരെ കഷ്ടപ്പെട്ടുകൊണ്ട് തന്നെ ട്രെയിനിങ് പൂർത്തിയാക്കാൻ ആ മാനസികമായുള്ള ആ പവറും തലത്തിൽ കാണിച്ച നിങ്ങൾക്ക് എല്ലാ ആൾക്കാർക്കും പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. വലിയൊരു നല്ലൊരു സർവീസ് നിങ്ങൾക്ക് ലഭ്യമാകട്ടെ എന്ന് പ്രത്യേകം ആശീർവദിച്ചുകൊണ്ട് അപ്പോൾ ജനങ്ങളെ നിങ്ങൾക്ക് പരമാവധി ലെവലിൽ നമ്മുടെ സൊസൈറ്റിയെ ഉയർത്താൻ സാധിക്കട്ടെ, നമ്മുടെ കേരള ജനങ്ങളെ ഉയർത്താൻ സാധിക്കട്ടെ. അത് തന്നെ കേരളത്തിലെ ഒരു പോലീസ് ടീമായിട്ട് നിങ്ങൾക്ക് ഏറ്റവും വലിയ മാതൃകാ ടീമായിട്ട് മാറാൻ സാധിക്കട്ടെ എന്ന് കൂടി ആശംസിച്ചുകൊണ്ട് തൽക്കാലം ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ജയ്. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ യോഗാധ്യക്ഷൻ KK നന്ദൻ KPS അവരോടും യോഗ ഉദ്ഘാടനം ചെയ്ത നമ്മുടെ ബഹുമാന IGP സേതുരാമൻ സാർ, മുഹമ്മദ് ആരിഫ് സാർ, ശ്രീ അജിത് കുമാർ, ഉഷ മാഡം, API ശ്രീ അജിത് കുമാർ, ഷാജി ജോസഫ്, പ്രിയപ്പെട്ട WBC സാർ, യഥാർത്ഥത്തിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ഒരു ഭാഗ്യമാണ് നിങ്ങൾക്ക് ഈ അക്കാഡമിയിൽ ട്രെയിനിങ് കിട്ടുക എന്നുള്ളത്. നമുക്കറിയാം മറ്റു പല യൂണിറ്റുകളിലും ട്രെയിനിങ് കിട്ടിയാൽ അതിന് വലിയൊരു ഇമ്പോർട്ടൻസ് ഒന്നും ട്രെയിനിങ് നൽകാറില്ല. പലപ്പോഴും ഒരു സാധാ ചെയ്ത ഒരു ട്രെയിനിങ് നടന്നു പോവുകയാണ്. പക്ഷേ ഇവിടുത്തെ അവസ്ഥ അതല്ല. നല്ല രീതിയിൽ നിങ്ങൾക്ക് ഇൻഡോർ ഔട്ട്ഡോറിൽ നല്ല ട്രെയിനിങ് കിട്ടി. അത്യാവശ്യം നല്ല ആംബിയൻസും നല്ല സൗകര്യങ്ങളും, എസ്പെഷ്യലി നമ്മുടെ സേതുരാമൻ സാറ് ഇൻഡോർ ഫാക്കൽറ്റീസ് ഒക്കെ എന്ന് പറഞ്ഞാൽ സേതുരാമൻ സാറ് വളരെ പൊളൈറ്റാണ്, വളരെ ഫ്രണ്ട്ലിയാണ്. നിങ്ങൾക്ക് എന്ത് കാര്യങ്ങളും അദ്ദേഹത്തോട് പറയാം. നിങ്ങളുടെ ഭാഗത്തു നിന്നാണ് ഞങ്ങളൊക്കെ ട്രെയിനിങ് കഴിയുമ്പോൾ ഞാനും അജിത്തും ഒക്കെ ഇവിടെയാണ് ട്രെയിനിങ് കഴിഞ്ഞത്. ഞങ്ങളുടെ സമയത്തൊന്നും ഇത്രയൊന്നും ഒരു ഫ്രീഡമൊന്നുമില്ല. ഞങ്ങൾക്ക് ഇങ്ങനെ കാര്യങ്ങളൊന്നും അവതരിപ്പിക്കാനൊന്നും പറ്റില്ല. പക്ഷെ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് അവതരിപ്പിക്കാനൊക്കെ സാധിച്ചു. നല്ല രീതിയിൽ ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചു. പിന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കുറച്ച് ഗവൺമെന്റിനെ സംബന്ധിച്ച് ഗവൺമെന്റ് സ്ത്രീ ശാക്തീകരണത്തിന്റെ ഭാഗമായിട്ടാണ് നിങ്ങളെ പ്രത്യേകിച്ച് സ്ത്രീകളെ ഡിപ്പാർട്ട്മെന്റിലേക്ക് കൂട്ടുന്നതെങ്കിലും നിങ്ങൾക്ക് ധാരാളം കാര്യങ്ങൾ സ്റ്റേഷനിൽ മറ്റും ചെയ്യാനുണ്ട്. സ്ത്രീകളുടെയും കുട്ടികളുടെയും പ്രായമായവരുടെയും ഒക്കെ ആവശ്യങ്ങൾ, സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ആവശ്യങ്ങൾ നിങ്ങൾ നേരിട്ട് ഇടപെട്ട് അത് താമസം നിർവഹിച്ചു കൊടുക്കാൻ നിങ്ങൾക്ക് പ്രത്യേകം സാധിക്കണം.
പിന്നെ ഒരു 30 വർഷത്തേന് നിങ്ങളാണ് ഈ ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു മുഖം. അതുകൊണ്ട് നിങ്ങളുടെ ഭാഗത്തു നിന്ന് മറ്റ് കുഴപ്പങ്ങളൊന്നും വരാതെ നിങ്ങൾ വളരെ ശ്രദ്ധാപൂർവ്വം നിങ്ങളുടെ ജോലി വളരെ സത്യസന്ധവും ആത്മാർത്ഥവും നിഷ്പക്ഷമായ രീതിയിൽ നിർവഹിക്കാൻ നിങ്ങൾക്ക് സാധിക്കണം. അതിനുള്ള മെന്റൽ ഫിസിക്കൽ എല്ലാ എബിലിറ്റികളും നിങ്ങൾക്ക് ഇമോഷണൽ സ്റ്റെബിലിറ്റി ഒക്കെ ഉണ്ടാകണം, ഇമോഷണൽ ഫിറ്റ്നസ് തന്നെ ഉണ്ടാകണം. പല ഇഷ്യൂസൊക്കെ വരുന്ന സ്ത്രീകളാണ്. അപ്പോൾ നിങ്ങൾക്ക് ധാരാളം കാര്യങ്ങളുണ്ട്. നിങ്ങളുടെ കുടുംബങ്ങൾ നോക്കണം, മറ്റു മക്കളുടെ കാര്യങ്ങളൊക്കെ നോക്കണം. അപ്പോൾ സ്ട്രെസ്ഡ് ആകും കൂടുതലും. ആ സമയത്ത് അതെങ്ങനെ ടാക്കിൾ ചെയ്യാം എന്നുള്ളത് കൃത്യമായി നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. പിന്നെ ഡോണ്ട് അലോ എനിവൺ ടു വോക്ക് ഓവർ യു. നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു സ്പേസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അത് നിങ്ങൾ കൃത്യമായിട്ട് അത് ആ സ്പേസ് കണ്ടെത്തണം. നിങ്ങളുടെ കുടുംബത്തിലാണെങ്കിലും സമൂഹത്തിലാണെങ്കിലും ഔദ്യോഗിക ജീവിതത്തിലാണെങ്കിലും നിങ്ങളുടെ സ്പേസിൽ മറ്റേ യാതൊരു ഇൻവോൾവ്മെന്റ് നിങ്ങൾ അനുവദിക്കാൻ പാടില്ല. നിങ്ങൾക്കറിയാം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഇവിടുന്ന് പഠിച്ചു. എന്നാലും ഒരു പറച്ചിലുണ്ട്, അംബ്രല്ല കനോട്ട് സ്റ്റോപ്പ് ദി ട്രെയിൻ ബട്ട് ഇറ്റ് ഹെൽപ്സ് ടു സ്റ്റാൻഡ് ഓൺ ദി ട്രെയിൻ. അപ്പോൾ ഇതൊക്കെ പഠിച്ചത് കൊണ്ടും ഈ പ്രശ്നങ്ങളൊന്നും ആ സമൂഹത്തിലെ പ്രശ്നങ്ങളൊന്നും നിങ്ങൾക്ക് പരിഹരിക്കാനൊന്നും സാധിക്കില്ല. പക്ഷെങ്കിൽ സമൂഹത്തിൽ നിന്നുണ്ടാകുന്ന പ്രതിസന്ധികൾ നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ ഒരു പരിധി വരെ ഇത് സഹായിക്കും. ഇപ്പം കിട്ടിയ ഇൻഡോർ ഔട്ട്ഡോർ ട്രെയിനിങ് ഒക്കെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ കുറേശ്ശെ കാര്യങ്ങൾ ദിനേന പഠിക്കുവാൻ ശ്രമിക്കണം. നിങ്ങൾക്ക് നല്ല ഹൈലി എഡ്യൂക്കേറ്റഡ് ആണ്, നിങ്ങൾക്ക് നല്ല ബെറ്റർ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അതൊക്കെ പ്രതീക്ഷയോടുകൂടി നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം. ഈ ഫിറ്റ്നസ് ഒക്കെ നിലനിർത്തി മുന്നോട്ട് പോകണം. നിങ്ങൾക്ക് നല്ല രീതിയിൽ നല്ല ഒരു പോലീസ് ഉദ്യോഗസ്ഥയാകാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ നന്മകളും നേർന്നിട്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. വേദിയിലും സദസ്സിലും എല്ലാവർക്കും നമസ്കാരം. 20th ബാച്ച് WPC-മാരുടെ ട്രെയിനിങ് കഴിഞ്ഞ 9 മാസത്തെ ട്രെയിനിങ് വിജയകരമായി പൂർത്തീകരിച്ചതിൻ്റെ ഭാഗമായാണ് ഇന്നത്തെ ഈ ഗ്രാജുവേഷൻ ഡേ ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളതെന്ന് നമുക്കറിയാം. ഈ നേട്ടം കൈവരിച്ച 20th ബാച്ചിലെ WPC-മാർക്ക് ആദ്യമായി തന്നെ ഞാൻ എൻ്റെ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ പരിശീലനത്തിന് നേതൃത്വം നൽകിയ കെപ്റ്റോഡി ഡയറക്ടറും IGP-യുമായ ശ്രീ സേതുരാമൻ സർ IPS അവർ, മറ്റ് ഉദ്യോഗസ്ഥർ, പരിശീലകർ അവർക്കും ഈ വേളയിൽ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. നമ്മുടെ ട്രെയിനീസിനെ സംബന്ധിച്ച് കഴിഞ്ഞ 9 മാസത്തെ പരിശീലനം അവരുടെ സേവന കാലയളവിൽ വളരെയധികം സഹായകരമാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ ഗ്രാജുവേഷൻ ഡേയിൽ അതുപോലെ തന്നെ നിങ്ങളുടെ POP കഴിഞ്ഞു. ഇതും കഴിയുന്നതോടുകൂടി നിങ്ങളുടെ ജീവിതത്തിലെ പുതിയൊരു അധ്യായത്തിൻ്റെ തുടക്കമായിരിക്കും. ആ ഒരു സേവന കാലയളവിൽ നിങ്ങളിൽ സമർപ്പണ മനോഭാവവും അർപ്പണബോധവും സേവനത്തിലുടനീളം ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു. അത് നമ്മുടെ സമൂഹത്തിനും അതുപോലെ തന്നെ സ്ഥാപനത്തിനും അഭിമാനകരമായ സേവനം അർപ്പിക്കുവാൻ നിങ്ങൾക്ക് കഴിയട്ടെ. എല്ലാ സന്ദർഭങ്ങളിലും ഒരുപാട് വെല്ലുവിളികൾ നിങ്ങൾക്ക് നിങ്ങളുടെ സർവീസിൽ ഉണ്ടാവും. വളരെ ഉത്തരവാദിത്തത്തോടുകൂടിയും ധൈര്യത്തോടുകൂടിയും അത് നേരിടുവാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. കൂടാതെ സഹപ്രവർത്തകരോടും കൂടെ ഐക്യത്തോടെയും സഹകരണത്തോടുകൂടിയും സേവനമനുഷ്ഠിക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ. എല്ലാവിധ വിജയാശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. ഈ യോഗത്തിന്റെ അധ്യക്ഷൻ ശ്രീ മൊയ്തീൻകുട്ടി IPS അവർ, നമ്മുടെ ബഹുമാനപ്പെട്ട ഡയറക്ടർ, മറ്റു മേലുദ്യോഗസ്ഥന്മാരെ, നമ്മുടെ ഇൻസ്ട്രക്ടേഴ്സ്, പുതിയ സേനാംഗങ്ങൾ, ഞാൻ ഇതിൽ കൂടുതലൊന്നും പറയുന്നില്ല. നിങ്ങൾ ഈ പറഞ്ഞ ഒരു ചെറിയൊരു കാര്യം മാത്രം, അതായത് നിങ്ങൾ ആരും ബാച്ച് ഔട്ട് ആയില്ല എന്ന് പറഞ്ഞില്ലേ, ഒരാൾ പോലും ബാച്ച് ഔട്ട് ആയില്ല. അതിന് മെയിനായിട്ടും ബാച്ച് ഔട്ട് ആകാതിരിക്കാൻ കാരണം നമ്മുടെ ഏരിയ ഔട്ട്ഡോർ അദ്ദേഹമാണ്. ഞാനാദ്യം പുകഴ്ത്തുന്നതല്ല, ഞാൻ ആദ്യം വരുമ്പോൾ ഞാൻ തന്നെ വിചാരിച്ചു, പല ബാച്ചിന് ട്രെയിനിങ് കൊടുത്തിട്ടുണ്ടെങ്കിലും ഒരു ബാച്ചിന് ആദ്യമായിട്ട് ഞാൻ ഓസിയായിട്ട് നിൽക്കുമ്പോൾ എൻ്റെ മനസ്സിലുണ്ട് ആദ്യം ബാച്ച്. പക്ഷേ നമ്മൾ ഓരോരുത്തരും മെഡിക്കലാകുമ്പോഴും നിങ്ങൾ ലീവ് വരുമ്പോഴും അദ്ദേഹം ചോദിക്കും എന്തിനാണ് മെഡിക്കലാക്കിയത്, എന്താണ് പ്രശ്നം. പിന്നെ രണ്ടാമത്തെ കാര്യം, നമുക്കിവിടെ കിട്ടിയിട്ടുള്ള ഈ ഹോസ്പിറ്റലിൽ കിട്ടിയിട്ടുള്ള ഫിസിയോതെറാപ്പിസ്റ്റിന്റെ നേട്ടവും കൊണ്ടാണ് നിങ്ങൾ ആരും പേരുള്ളത്. പിന്നെ ഞാൻ ജസ്റ്റ് ഒരു കാര്യം പറഞ്ഞിട്ട്, നമ്മളിവിടെ നിന്ന് SAP
ഞാൻ നമ്മുടെ മെഡിറ്റേഴ്സുമാർക്ക് കേൾക്കാൻ വേണ്ടി ഒരു സെന്റൻസ് പറയുന്നത്. അതായത് നമ്മുടെ അക്കാദമി നിന്നും ട്രെയിനിങ് കഴിഞ്ഞ് നമ്മൾ SAPയിലോട്ട് പോയി. അപ്പൊ SAPക്കാർ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് നമ്മൾ പോയിട്ട് എന്താണ്. ഒറ്റ ദിവസം നമ്മൾ ഗ്രൗണ്ടിൽ ഇറങ്ങിയപ്പോൾ തന്നെ എനിക്ക് അവർക്ക് ടീച്ചറിനെ പറ്റി 10 മിനിറ്റ് നേരം അറ്റൻഷൻ ആയിരിക്കേണ്ടി വന്നു. കാരണം നമ്മുടെ ട്രെയിനിങ് പോരാ എന്നാണ് അദ്ദേഹം പറയുന്നത്. നിങ്ങൾ അക്കാദമിയിൽ ട്രെയിനിങ് ഇല്ല, നിങ്ങളുടെ അക്കാദമി ട്രെയിനിങ് വളരെ മോശമാണ്, ഞങ്ങളൊക്കെ ഇവിടെ നല്ല ട്രെയിനിങ് കൊടുക്കുകയാണ്. എന്തുകൊണ്ടെന്ന് അറിയില്ല, അക്കാദമിയോട് എല്ലാവർക്കും ഭയങ്കര വൈരാഗ്യമാണ്. എല്ലാ ദിവസവും കുഴപ്പമില്ല. അതൊരു വളരെ മോശം പ്രവണതയാണ്. അക്കാദമിയിലെ ഒരു പ്രൊഫഷണലിസത്തിന്റെ 10% പോലും ആ ബറ്റാലിയൻ ഇല്ല എന്നുള്ളതാണ് ഞാൻ അതായത് വളരെ മോശമായിട്ടാണ് ഈ 20 ദിവസം അവിടെ നിന്നപ്പോൾ വളരെ മോശമായിട്ടാണ് അവിടുത്തെ ഇൻസ്ട്രക്ടേഴ്സും അവരുടെ OC ഒന്നും വിടുന്നില്ല. ബാക്കിയുള്ള എല്ലാവരും അവരുടെ ട്രെയിനീസിനോട് സംസാരിക്കുന്നത് ഞാൻ വളരെ മോശമായി. അതായത് പല കാര്യം നിങ്ങളത് സംസാരിച്ചപ്പോൾ അവർക്ക് കിട്ടിയ ക്ലാസ് അവർക്ക് SOGയുടെ ട്രെയിനിങ് പോലും ഇതുവരെ കഴിഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് SOGയുടെ ട്രെയിനിങ് കഴിഞ്ഞു. പിന്നെ നിങ്ങളുടെ പോസ്റ്റ്മോർട്ടത്തിന്റെ കാര്യം പറഞ്ഞത്, പോസ്റ്റ്മോർട്ടത്തിന്റെ കാര്യം നിങ്ങൾക്ക് കിട്ടി. ഞാൻ നിങ്ങളുടെ റിജേഷ് സാറുമായിട്ട് സംസാരിച്ചപ്പോൾ നിങ്ങൾക്ക് പോസ്റ്റ്മോർട്ടത്തിന് കിട്ടുമായിരുന്നു. പക്ഷെ നിങ്ങൾ പെട്ടെന്ന് തന്നെ SNBയിലോട്ട് നിങ്ങളെ കൊണ്ടുപോയത് കൊണ്ടാണ് നിങ്ങൾക്ക് പോസ്റ്റ്മോർട്ടത്തിന് തയ്യാറായത്. അതായത് നിങ്ങൾക്ക് ഡേറ്റ അക്സസ് യഥാർത്ഥത്തിൽ അവർക്ക് കഴിയാതെ പോയത് സത്യമാണ്. അപ്പൊ ഇത് നമ്മൾ ഈ പാസിംഗ് ഔട്ടിന്റെ ഇടയിലും മറ്റേ നമ്മൾ ഈ തയ്യാറെടുപ്പുകളുടെ ഇടയിൽ അവർ സമയം കണ്ടെത്തി അതിന്റെ നമുക്കൊരു സൈറ്റ് തന്നെ. പക്ഷെ നിങ്ങളങ്ങ് പോയത് കൊണ്ട് മാത്രമാണ് പോസ്റ്റ്മോർട്ടത്തിന്റെ ക്ലാസ് അറേഞ്ച് ചെയ്യാൻ കഴിയായത്. ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് കിടക്കുകയാണ്. ഈ യോഗത്തിന്റെ അധ്യക്ഷൻ പദം അലങ്കരിച്ച ശ്രീ KK മൊയ്തീൻകുട്ടി IPS അവർക്ക് ഞാൻ ഈ ചടങ്ങിന്റെ പേരിലും നിങ്ങളെ ഓരോരുത്തരുടെ പേരിലും നന്ദി രേഖപ്പെടുത്തുന്നു. ഇവിടെ ഈ ചടങ്ങ് ധന്യമാക്കിയ നമുക്കിവിടെ സർട്ടിഫിക്കറ്റ് വിതരണം, മെഡൽ വിതരണം നടത്തി നല്ല പ്രസംഗം നടത്തിയ നമ്മുടെ ബഹുമാനപ്പെട്ട ഡയറക്ടർ അദ്ദേഹം, നമ്മുടെ അക്കാദമിയുടെ തന്നെ മുഖമുദ്രയായ നല്ല മനസ്സിന്റെ സമാധാനത്തിന്റെ മുഖമുദ്രയായ നമ്മുടെ അക്കാദമി ഡയറക്ടർക്ക് ഞാൻ നിങ്ങളുടെ പേരിലും ഈ ചടങ്ങിന്റെ പേരിലുമുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. അടുത്തായി നമ്മുടെ മുഹമ്മദ് ആരിഫ് സാർ IPS അവർക്കാണ്. അദ്ദേഹത്തിനും ഈ ചടങ്ങിന്റെ പേരിൽ നിങ്ങൾ ഓരോരുത്തരുടെ പേരിലും ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. നമ്മുടെ AD ഔട്ട്ഡോർ അജിത് കുമാർ സാറ്, അദ്ദേഹത്തിനും ഈ ചടങ്ങിന്റെ പേരിൽ നിങ്ങളുടെ പേരിലും ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. ADMP ശ്രീ നജീബ് സാറിനും ഈ ചടങ്ങിന്റെ പേരിൽ നിങ്ങളുടെ പേരിലുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. അസിസ്റ്റന്റ് ഡയറക്ടർ FLDOT ശ്രീ ഉഷാകുമാരി മേഡം, അവർക്കും ഉഷാ നന്ദിനി മേഡം, അവർക്കും ഈ ചടങ്ങിന്റെ പേരിൽ നിങ്ങളുടെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. ഇനി ഇതിലെ വെൽക്കം സ്പീച്ച് നടത്തിയ ശ്രീ ഷാജി ജോസ് അദ്ദേഹത്തിനും ഈ ചടങ്ങിന്റെ PS അദ്ദേഹത്തിനും ചടങ്ങിന്റെ പേരിൽ നിങ്ങളുടെ പേരിലുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. ഈ ചടങ്ങ് ധന്യമാക്കാനായിട്ട് ശബ്ദം കൊണ്ട് നിങ്ങളുടെ എല്ലാവരും പേരെടുത്ത് പറഞ്ഞു നമ്മുടെ എല്ലാവരും സഹായിച്ച നമ്മുടെ മേഡത്തിനും ലക്ഷ്മി മേഡത്തിനും അവരെ സഹായിച്ച മെഡൽ വിതരണത്തിന് സഹായിച്ച മറ്റ് സേനാംഗങ്ങൾക്കും മറ്റുള്ള ഓഫീസേഴ്സിന് ഇൻഡോറിലുള്ള അരിക്കുട്ടൻ അടക്കമുള്ള മറ്റുള്ള ഓഫീസേഴ്സിനും എൻ്റെ T2 കമ്പനിയിലെ പ്രിയപ്പെട്ട ഇൻസ്ട്രക്ടേഴ്സിനും ബാക്കി ഇതിൽ സഹകരിച്ച ബാക്കി എല്ലാ സ്റ്റാഫിനും ഒറ്റ വാക്കിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. ഇനി ചടങ്ങ് കാരണത്തിനായ നിങ്ങൾക്കും ഓരോരുത്തർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. जनगणमन अधिनायक जय हे भारत भाग्य विधाता पंजाब सिंध गुजरात मराठा द्राविड उत्कल गंगा विंध्य हिमाचल यमुना गंगा उच्चल जलधि तरंगा तव शुभ नामे जागे तब शुभाशिष मागे गाहे तब जय गाथा जनगण मंगलदायक जय हे भारत भाग्य विधाता जय हे जय हे जय हे जय 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 हे